योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्। या मुक्तिहेतुरविचिन्त्य महाव्रता त्वम् अभ्यस्यसे सुनियतेन्द्रियतत्त्वसारैः मोक्षार्थिभिर्मुनिभिरस्तसमस्तदोषैः വിദ്യാസി സാ ഭഗവതി പരമാഹിമായ എന്നുള്ള ഒരേ ഒരു ശ്ലോകം മുഖ്യമായി എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസവും സത്സംഗം. മഹാമായ വഴിവിട്ട് തന്നാലേ ഈശ്വരനെ കാണാൻ കഴിയുകയുള്ളൂ. രാമോ ജഗാമ പുരതഃ സീതാമധ്യേ സുശോഭനാ പൃഷ്ഠതസ്തു ധനുഷ്പാണി ലക്ഷ്മണോനു ജഗാമ എന്ന് വാൽമീകി രാമായണത്തിൽ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും കൂടെ പോകുന്നതിനെ വാൽമീകി പറയണു. വളരെ മനോഹരമായൊരു ശ്ലോകമാണ്. കാടായതുകൊണ്ട് ഓരോരുത്തർക്കായിട്ടേ നടക്കാൻ പറ്റുള്ളൂ, അത്രയേ വഴിയുള്ളൂ. രാമോ ജഗാമ പുരതഃ സീതാമധ്യേ സുശോഭനാം പൃഷ്ഠതസ്തു ധനുഷ്പാണി ലക്ഷ്മണോനു ജഗാമ. പുറകുവശത്ത് ലക്ഷ്മണൻ, നടുവിൽ സീതാദേവി, മുമ്പിൽ ശ്രീരാമചന്ദ്രൻ. ശ്രീരാമകൃഷ്ണദേവൻ ഇതിനെ ഉദാഹരണമായി വെച്ചുകൊണ്ട് പറയും, ലക്ഷ്മണൻ ഇടയ്ക്കിടയ്ക്ക് ശ്രീരാമനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഇടയ്ക്ക് കാണണമെങ്കിൽ സീതാദേവി നടുവിൽ മറച്ചുകൊണ്ട് നിൽക്കുകയാണ്. സീതയോട് പറയും, ഇത്തിരി വഴിവിട്ടു തരൂ അമ്മ, ഇത്തിരി വഴിവിട്ട് തന്നാലേ എനിക്ക് രാമനെ കാണാൻ പറ്റുള്ളൂ, അല്പം വഴിമാറി തരൂ എന്ന് സീതയോട് പറയും. സീത വഴിമാറുമ്പോഴാണ് ശ്രീരാമനെ കാണുന്നത് എന്നാണ്. അതുപോലെ നമ്മളുടെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയും ശരീരവും എല്ലാം മായയ്ക്കുള്ളിലാണ്. നമ്മൾ എന്തൊക്കെ തന്നെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ബുദ്ധിരൂപമായി ഇരിക്കുന്ന അവൾ പ്രസന്നമായാലേ നമുക്ക് വല്ലതുമൊക്കെ പിടികിട്ടുക പോലും ചെയ്യുള്ളൂ. മേധാസി ദേവി വിദിതാകില ശാസ്ത്രസാരാം ദുർഗാസി ദുർഗഭവസാഗരനൗഹു അസംഗാം. മേധാസി ദേവി വിദിതാകില ശാസ്ത്രസാര. മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ശാസ്ത്രത്തിന്റെ സാരം ഗ്രഹിക്കാൻ കഴിയുന്ന ബുദ്ധിക്ക് പേരാണ് മേധ. മേധാസൂക്തം എന്ന് തന്നെ വേദത്തിലുണ്ട്. ആ മേധാരൂപമായി നമ്മളിൽ വിളങ്ങേണ്ടതും ആ മഹാമായയുടെ ശുദ്ധസാത്വികമായ രൂപമാണ്. അവൾ പ്രസന്നമായാലേ ത്വംവൈ പ്രസന്ന ഭുവി മുക്തിഹേതു. എല്ലാ വിദ്യകളും അംബികയുടെ സ്വരൂപമാണ്. വിദ്യാസമസ്താഹ തവ ദേവി ഭേദാഹ സ്ത്രീയസമസ്ത സകലാ ജഗത്സു. എല്ലാ സ്ത്രീകളും അവളുടെ സ്വരൂപമാണ്. പുരുഷന്മാരും അവളുടെ സ്വരൂപം തന്നെയാണ്. സ്ത്രീകളിൽ അവൾ എന്ന് പറയുന്ന ആ സ്ത്രൈണഭാവം സ്ത്രീകളിൽ കൂടുതൽ പ്രകാശിക്കുന്നത് കൊണ്ട് സ്ത്രീയസമസ്താഹ തവ ദേവി ഭേദാഹ. സ്ത്രീകൾ മാത്രമാണെന്ന് ധരിക്കണ്ട എന്ന് പറഞ്ഞാണ് ത്വയൈകയാ പൂരിതം അമ്പയേതത്. ഈ ജഗത്ത് മുഴുവൻ ആ ജഗദീശ്വരിയെ കൊണ്ട്, ആ മഹാശക്തിയെ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ജഗത്തിലെല്ലാം ആ ശക്തിയുടെ മാനിഫെസ്റ്റഡ് ഫോമാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ജഗത്ത് മുഴുവൻ നാമരൂപ പ്രപഞ്ചമായിട്ട് നിൽക്കുന്നു. സർവതഃ പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവതഃ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ഛൈവ നിർഗുണം ഗുണഭോക്തൃ.
ബഹിഹി അന്തശ്ചഭൂതാനാം അചരം ചരമേവച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേ ച തത് എന്ന് ഭഗവത്ഗീതയിൽ പറയണത് ശക്തിയുടെ സ്വഭാവത്തിനെയാണ്. ശക്തി ചലിക്കുകയും ചെയ്യുന്നു, നിശ്ചലമായിട്ടും നിൽക്കുന്നു, നാമരൂപപ്രപഞ്ചമായിട്ടും നിൽക്കുന്നു, അകമയ്ക്ക് ചിത്ശക്തിയായിട്ടും വിളങ്ങുന്നു. ആ മായ വഴിവിട്ട് തന്നാലേ രക്ഷയുള്ളൂ. ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു, ദൈവീഹ്യേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിത്തെ. ദൈവീഹ്യേഷ, മായയെ മനസ്സിലാക്കാൻ പറ്റില്ല. സ്വപ്നത്തിൽ നിന്ന് ഉണരാം. സ്വപ്നം എന്തിനു കണ്ടു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല, അല്ലേ? മായയാ. എന്തിനാണ് മായ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. എന്തിന് എന്നുള്ള ചോദ്യം സയൻസിൽ വേണമെങ്കിൽ പ്രയോജനപ്പെടുവായിരിക്കാം, അധ്യാത്മ വിഷയത്തിൽ പ്രയോജനമില്ല. വൈ എന്നുള്ള ചോദ്യം സയൻസിന്റെ ചോദ്യമാണ്, അധ്യാത്മത്തിൽ അതിന് പ്രവൃത്തിയില്ല. എന്തിന് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. സ്വപ്നം സുഖമായി കിടക്കുമ്പോ എന്തിന് സ്വപ്നം കണ്ടു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ആ ചോദ്യം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് ഉത്തരം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ദ വെരി ക്വസ്റ്റ്യൻ ഈസ് റോങ്. എന്തിന് എന്നുള്ള ചോദ്യം അധ്യാത്മത്തിൽ പ്രവർത്തിക്കില്ല. പിന്നെ എന്ത് ചോദ്യമാ പ്രവർത്തിക്കുക? ആർക്ക് എന്ന് ചോദിക്കൂ, എന്നാ പ്രയോജനമുണ്ട്. ഈ മായയെ കാണുന്നത് ആര്? ടു ഹൂം? ഹൂ ഈസ് ദ പെർസീവർ, എക്സ്പീരിയൻസർ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടും. അതും വെർബൽ ആൻസർ അല്ല, എക്സ്പീരിയൻഷ്യലി യു വിൽ ഫൈൻഡ് ദ ആൻസർ. മായ ആർക്ക്? ആരാണ് മായയെ കാണുന്നത് എന്ന് ചോദിച്ചാൽ കാണുന്നവൻ ഒരാൾ പ്രത്യേകിച്ചില്ല. മായയുടെ ഉള്ളിലിരുന്നു കൊണ്ട് ന രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ നച ആദിഹി നച സംപ്രതിഷ്ഠ. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, അതിന്റെ രൂപം എന്താണെന്ന് ആർക്കും ഇതുവരെ ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. നമ്മുടെ കൃഷ്ണന്, ഗുരുവായൂരപ്പന് തന്നെ പിടികിട്ടിയിട്ടില്ല എന്നാ പറയണം. ഒരു എത്തും പിടിയുമില്ല. ന അന്തഃ നച ആദിഹി നച സംപ്രതിഷ്ഠ. അതിന് ആദിയുമില്ല, അന്തവുമില്ല. അത് എവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ അത് കാണാനുമില്ല. അപ്പൊ എന്താ വേണ്ടത്? ഈ മായയില് ഉള്ള റിസർച്ചൊക്കെ വിട്ടിട്ട് അതിന്ന് പുറത്തു വരാൻ എന്താ വഴിയെന്ന് നോക്കാം. നമ്മൾ എന്തു പറയണു ഇപ്പോ? ആ മഹാമായ തന്നെ കൃപ ചെയ്ത് പുറത്തു വിട്ടാലേ പുറത്തു പോവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ആ മായയോട് എനിക്ക് വഴി കാണിച്ചു തരൂ അമ്മേ, എനിക്ക് സത്യത്തിനെ പ്രകാശിക്കാനുള്ള വഴി കാണിച്ചു തരൂ എന്ന് ചോദിച്ച് പതുക്കെ പുറത്തേക്ക് പോവുക. അതാണ് വേണ്ടത്. യോഗവാസിഷ്ഠത്തിലൊരു കഥയുണ്ട്. ഗാധി എന്ന് പറയുന്ന ഒരു മുനി ഗംഗയിൽ തപസ് ചെയ്യാൻ കഴുത്തിന് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ജപം ചെയ്തുകൊണ്ടിരിക്കുന്നു വിഷ്ണുവിനെ പ്രസാദിപ്പിക്കാനായിട്ട്. വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു കുറെ ദിവസം തപസ്സുകൊണ്ട്. അപ്പോ വിഷ്ണു ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ ചോദിച്ചു, എന്ത് വരമാ വേണ്ടത്? ഗാദി പറഞ്ഞു, എനിക്ക് മായയെ ഒന്ന് കണ്ടാ വേണ്ടില്ല, മായ എന്താന്ന് കാണിച്ചു തരാം. ഭഗവാൻ പറഞ്ഞു, എന്തിനാ ഈ ഏടാകൂടത്തിന് പോണത്? അതിൽ നിന്നും പുറത്തു വരാനാണ് ആശിക്കേണ്ടത്. ഈ മായ എന്താന്ന് അറിയണമെന്ന് എന്തിനാ ഇപ്പൊ പുറപ്പെടുന്നത്? അല്ല, അതൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ മനസ്സിലാവുന്ന മനസ്സ് തന്നെ അതിന്റെ ഉള്ളിലാണ്. അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ബുദ്ധി തന്നെ അതിന്റെ ഉള്ളിലാണ്. ന രൂപമസ്യേഹ തതോപലഭ്യത്തെ ന അന്തോ നച ആദിഹി നച സംപ്രതിഷ്ഠ. അതിന് ആദി അന്തോ ഒന്നുമില്ല. അതിനെയാണ് അറിയണമെന്ന് പറയുന്നത്. ശരി, കാലത്തിൽ അറിയും എന്ന് പറഞ്ഞു. വിഷ്ണു മറിഞ്ഞും പോയി. വെള്ളത്തിൽ നിന്ന് തപസ് ചെയ്യുന്ന ഗാധി വെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറി പതിവ് പോലെയുള്ള ജപവും അനുഷ്ഠാനവും ഒക്കെ കഴിച്ചപ്പോ ഇദ്ദേഹത്തിന് ഒരു വല്ലായ്മ, ഇത്തിരി എന്തോ സുഖമില്ലാത്ത പോലെ, വ്യാധി പിടിച്ച പോലെ വിഷമിച്ച് കിടന്നു. ഇനി ഇവിടെ ആയാൽ കിടപ്പാവും, ശരിയാവില്ല എന്ന് പറഞ്ഞു പതുക്കെ വടിയും കുത്തി ആ കാട്ടൊന്ന് പുറപ്പെട്ടു.
നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിൽ ചെന്ന് വീട്ടില് ഭാര്യയും മറ്റുമൊക്കെ മക്കളുമൊക്കെ ഉണ്ട്. അവരുടെ കൂടെയൊക്കെ താമസാക്കി. അവര് ശുശ്രൂഷിക്കുകയാണ്. ഇദ്ദേഹത്തിന് വ്യാധി കൂടിക്കൊണ്ടേ വരുന്നു. കുറെ കാലം സൂക്കേട് പിടിച്ച് കിടന്നു. ഭാര്യയും കുട്ടികളും ഒക്കെ ശുശ്രൂഷിച്ച് നല്ലവണ്ണം നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും വ്യാധി ഗുണമായില്ല. തെരുവിലൂടെ ഒരു ചണ്ടാളൻ നടന്നു പോകുന്നത് കണ്ടു. ആ ചണ്ടാളനെ കണ്ടപ്പോ അയാളുടെ വൃത്തികെട്ട വസ്ത്രവും ദുരാചാരവും ഒക്കെ കണ്ടിട്ട് വളരെ വിഷമിച്ചു. ഇതുപോലെ ഒരു ജന്മം എവിടെയെങ്കിലും വന്നുപോയാലോ ഭഗവാനെ എന്ന് വിചാരിച്ച് ഈ ചണ്ടാളനെ ചിന്തിച്ചുകൊണ്ട് തന്നെ മരിച്ചു. മരിച്ചു കഴിഞ്ഞ് അടുത്ത ജന്മം ആ സങ്കല്പം അനുസരിച്ച് ഹൂണന്മാരുടെ ദേശത്തില് എവിടെയോ ചെന്ന് ഒരു ചണ്ടാള കുടുംബത്തിൽ ചെന്ന് ജനിച്ച് അവിടെ വളർന്നു വന്നു. അവരുടെ ആചാരങ്ങൾക്കൊക്കെ അനുസരിച്ച് വളരെ നീചമായ മാംസം ഭക്ഷിച്ചു വളർന്നു വന്നു. അവരുടെ കുലത്തൊഴില് ചെയ്തു വളർന്നു വന്നു. അവരുടെ ഇടയിലുള്ള അശ്ലീലമായ പാട്ടുകളൊക്കെ പാടി ഒറ്റക്കമ്പി വെച്ചിട്ടുള്ള ഒരു വാദ്യഘോഷം അത് വായിച്ചുകൊണ്ട് പാട്ടുപാടുകയും അങ്ങനെയൊക്കെ ആയി കുട്ടിക്കാലത്ത് പല വർഷങ്ങൾ ഇങ്ങനെ വളർന്നു വരികയും ഒരു ചണ്ടാള സ്ത്രീയെ കല്യാണം കഴിക്കുകയും അതിൽ 8 കുട്ടികൾ ഉണ്ടാവുകയും അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ നാട്ടിലാകപ്പാട് ഭക്ഷണമില്ല, മഴ പെയ്തില്ല, ദുർഭിക്ഷയായി, വിഷമായി, വളരെ കഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ കാലം വിഷമിച്ച് ഓരോ കുട്ടികളായി മരിക്കുന്നത് കാണുകയാണ് മുമ്പില്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 8 കുട്ടികൾ മരിക്കണത് പതുക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടികളായി മരിക്കണതും അതിന്റെ ദുഃഖം. അവസാനം തന്റെ ഭാര്യയും മരിച്ചു. എല്ലാ ദുഃഖവും മുമ്പില് അനുഭവിച്ച് സഹിക്കവയ്യാതെ വിഷമിച്ച് നാടുവിട്ടു. ഈ നാടുവിട്ട ഈ ചണ്ടാളൻ ഇങ്ങനെ അലഞ്ഞു നടന്ന്, ഇയാൾക്ക് കടഞ്ചകൻ എന്നു പേര്. ഈ കടഞ്ചകൻ എന്ന ഈ ചണ്ടാളൻ അവിടുന്ന് ഇങ്ങനെ അലഞ്ഞു നടന്ന് കീരമണ്ഡലം എന്നുള്ള ഒരു രാജ്യത്തിലെത്തി. അവിടെ ഇങ്ങനെ നടക്കുമ്പോ അവിടുത്തെ രാജാവ് മരിച്ചിരിക്കുകയാണ്. അപ്പോ രാജാവിന് അനന്തരവനൊന്നുമില്ല. അപ്പൊ പുതിയ രാജാവിനെ തെരഞ്ഞെടുക്കാനായി അവരുടെ സമ്പ്രദായം ഒരു ആനയ്ക്ക് പൂജ ചെയ്ത് ആന തുമ്പിക്കൈയിലൊരു മാലയും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ ആന ഈ ചണ്ടാളന്റെ കഴുത്തില്, കടഞ്ചകന്റെ കഴുത്തിൽ ആ മാല കൊണ്ടുവന്നിട്ടു. ഇവരുടനെ അദ്ദേഹത്തിനെ പിടിച്ച് പൊക്കി അദ്ദേഹം രാജാവാണെന്ന് പറഞ്ഞ് രാജാവായി വാഴിച്ചു. അദ്ദേഹത്തിന് പൂർവ്വ സംസ്കാരം എന്തോ ഉള്ളതുകൊണ്ട് ഇയാൾ ചണ്ടാളനാണെന്നൊന്നും അറിഞ്ഞില്ല. അന്നത്തെ കാലത്ത് ക്ഷത്രിയനല്ലാതെ വേറെ ആരും രാജ്യം ഭരിക്കാൻ പാടില്ല. അപ്പൊ ഇയാൾ ചണ്ടാളനാണെന്നൊന്നും അറിഞ്ഞൂല. അങ്ങനെ രാജ്യഭരണം നല്ലവണ്ണം ഒരു മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കി അവർക്കൊക്കെ താൻ ഉപദേശിച്ച് വഴി നടത്തിച്ച് 8 വർഷം രാജ്യം ഭരിച്ചു. 8 വർഷം കഴിഞ്ഞപ്പോ ഒരു ദിവസം പൂന്തോട്ടത്തിൽ ഇങ്ങനെ രാജാവ് നടക്കുമ്പോ ഒരു ചണ്ടാളൻ ഒരു ഒറ്റക്കമ്പിയുള്ള ചരട്ടയിലുണ്ടാക്കിയ സാധനം ഇങ്ങനെ വായിച്ചുകൊണ്ട്, വീണ പോലെ ഒരു സാധനം വായിച്ചുകൊണ്ട് അയാൾ പാട്ടുപാടുകയാണ്. അത് കേട്ടതും ഇയാൾക്ക് ആ ചണ്ടാള കുടുംബത്തിലുണ്ടായിരുന്ന ഓർമ്മയൊക്കെ വരികയും അയാളുടെ അടുത്ത് പോയി അത് വാങ്ങിച്ച് വായിച്ച് താനും പാടാൻ തുടങ്ങിയപ്പോ അയാൾ ചോദിച്ചു, നീ കടഞ്ചകനല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നാട്ടിൽ മുഴുവൻ പാട്ടായി. അടുത്തിരിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചു, രാജാവ് ചണ്ടാളനാണ്. നാട്ടിൽ മുഴുവൻ പാട്ടായി. 8 വർഷം നമ്മളെ ഭരിച്ച രാജാവ് ചണ്ടാളനാണ്. അതിന്റെ പ്രത്യാഘാതം വളരെ വിപുലമായി തീർന്നു. രാജ്ഞിമാരൊക്കെ അഗ്നിയിൽ ചാടി മരിച്ചു. മന്ത്രിമാര് പലരും ശരീരോപേക്ഷിച്ചു. പല ബ്രാഹ്മണരും അവിടുന്ന് കാശിയിലേക്ക് പോയി ചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കാനായിട്ട്. അപ്പൊ ഈ കടഞ്ചകൻ വിചാരിച്ചു, ഞാൻ എന്തൊരു പാപാ ചെയ്തത്. ഈ രാജ്യത്തിൽ രാജാവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന വംശത്തിൽപ്പെട്ടവനാണെന്ന് പറയാതെ ഈ സിംഹാസനത്തിൽ കയറിയിരുന്നുവല്ലോ, ഇത്ര ആളുകളുടെ മരണത്തിന് കാരണമായി തീർന്നുവല്ലോ എന്നൊക്കെ ധരിച്ച് ഇനി ഞാനും ജീവിക്കണ്ട എന്ന് പറഞ്ഞ് തീയിൽ ചാടാൻ പോകണം.
തീ കൊളുത്തി അതിലേക്ക് ചാടാൻ പോകുമ്പോ ഒരു ഞെട്ട് ഞെട്ടിയിട്ട് വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് ഗാദി ഞെട്ടി എഴുന്നേറ്റു. ആകപ്പാട് ഇത്രയും കാര്യം നടന്നത് ഒരു 1.5 മിനിറ്റ് നേരം ആയിട്ടുണ്ടാവും. ഈ 1.5 മിനിറ്റ് നേരത്തിനകത്ത് ഇദ്ദേഹം വെള്ളത്തിൽ നിന്ന് കരകയറുകയും സുഖക്കേട് പിടിക്കുകയും വീട്ടിൽ പോവുകയും മരിക്കുകയും വേറെ അടുത്ത് ചെന്ന് ജനിക്കുകയും 8 കുട്ടികളുണ്ടാവുകയും ആ കുട്ടികളൊക്കെ മരിക്കുകയും ചെയ്ത് പിന്നെ കീരമണ്ഡലം എന്നുള്ള രാജ്യത്ത് പോയി രാജാവായി ഭരണം ഒക്കെ ചെയ്തു. ഇയാള് ഗാദി ചിന്തിച്ചു, അപ്പോ ഈ മായയുടെ ബലം. ഒരു ക്ഷണനേരത്തേക്ക് ചിത്തം ചലിച്ചപ്പോ ഇത്രയധികം വികല്പമുണ്ടായി. ഇനി ഞാൻ ഈ ചിത്തത്തിനെ ചലിപ്പിക്കില്ല എന്നും അങ്ങോട്ട് ഉറപ്പിച്ചു. എന്നിട്ടാണ് ഗംഗയിൽ നിന്നും പുറത്തേക്ക് കയറിയത്. കയറി കഥ തീർന്നില്ല. തന്റെ കൂടാരത്തിൽ വന്ന് ഇരുന്നു. അപ്പൊ ആലോചിച്ചു, ഈ മായയിൽ വിഭ്രമിച്ച് ഒരു ക്ഷണനേരം കൊണ്ട് ഞാൻ അനേക ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കണം, എനിക്ക് ഇനിമേലാൽ ഇത് ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ച് ധ്യാനിക്കാനിരിക്കുമ്പോഴാണ് ഒരു കാലടി ശബ്ദം കേട്ടത്. ആരോ നടന്നു വരുന്നു. പുറത്തു നോക്കുമ്പോ മെലിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച ഒരു ബ്രാഹ്മണൻ കയ്യിലൊരു കമണ്ഡലവും ഒരു ഭാണ്ഡവും ഒക്കെ ആയിട്ട് കയറി വരികയാണ്. അദ്ദേഹത്തിനെ കാല് കഴിയിച്ച് പിടിച്ചിരുത്തി. വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു. എവിടുന്നാ വരണമെന്ന് ചോദിച്ചു. ഞാൻ കാശിന്ന് വരികയാണെന്ന് പറഞ്ഞു. കാശിക്ക് എന്തിനു പോയി ചോദിച്ചു. ചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. എന്തിനാ അങ്ങ് ചാന്ദ്രായണ വ്രതം അനുഷ്ഠിച്ചത്? ഞാൻ കീരമണ്ഡലം എന്നുള്ള ഒരു ദേശത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ഞങ്ങൾക്കൊരു രാജാവുണ്ടായിരുന്നു. 8 വർഷം കഴിഞ്ഞിട്ടാണോ മനസ്സിലായത് അദ്ദേഹം ചണ്ടാളനാണെന്ന്. അനേകം പേര് ശരീരത്യാഗം ചെയ്തു. ഞാൻ തപസ്സനുഷ്ഠിക്കാൻ കാശിക്ക് പോയിട്ട് ഇപ്പോ വരികയാണോ? ഗാദിക്ക് തലയും വാലും പിടികിട്ടണില്ല. തലയും വാലും പിടികിട്ടണില്ല. താനിപ്പൊ ഗംഗയിലിരുന്ന് തപസ് ചെയ്യുമ്പോ കണ്ട ഒരു വിഷൻ, ഒരു ദർശനത്തിന് ഇപ്പോ അതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോ ഒരാൾ വന്ന് പറയണു ഇതിങ്ങനെ നടന്നു എന്ന്. ഇപ്പൊ ഇതിനെ എവിടെയാ ഘടിപ്പിക്കേണ്ടത്? അഘടിത ഘടനാ പടീയസീ മായ എന്നാണ് ശ്രീശങ്കരൻ അതാണ് പറയുന്നത്. ഘടിപ്പിക്കാൻ കഴിയാത്തതിനെയൊക്കെ ഘടിപ്പിച്ച് കാട്ടുമെന്നാണ്. ഏതൊക്കെ ചേരില്ലയോ അതൊക്കെ ചേരും. ഘടിപ്പിക്കാൻ സാധിക്കാത്തതൊക്കെ ഘടിപ്പിക്കും. ഗാദിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഗാദി തീരുമാനിച്ചു ഇത് എന്താണെന്നൊന്ന് പരീക്ഷിക്കണം. ഈ ബ്രാഹ്മണന്റെ കൂടെ പോയി. അയാൾ പറഞ്ഞതൊക്കെ സത്യമാണ്. ഈ ചണ്ടാളത്തെരുവിലൊരു ചണ്ടാളൻ ഉണ്ടായിരുന്നു, കടഞ്ചകൻ എന്ന് പറഞ്ഞ്. അയാൾ എവിടെയോ പോയി രാജാവായി. ഇതൊക്കെ പുറത്തു നോക്കുമ്പോ അന്വേഷിക്കുമ്പോ ഒക്കെ നടന്നിട്ടുണ്ട്. ഒരു ക്ഷണനേരം തന്റെ ഉള്ളിൽ നടന്നത് എത്രയോ വർഷങ്ങൾ മുമ്പ് മുതൽക്കൊണ്ട് ഹിസ്റ്റോറിക്കലി വെരിഫൈഡ് ഫാക്ട്സ് ആയിട്ട് പുറത്ത് കാണപ്പെടുകയാണ്. ഇതിനൊന്നും തലവാല് കിട്ടണില്ല. അപ്പൊ ഗാദി ആദ്യം വിഷ്ണുവിനെ തപസ് ചെയ്തു. വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി, ഭഗവാനെ ഇതെന്താ? അതാണ് മായ. എനിക്കൊന്നും പിടികിട്ടണ, അതുകൊണ്ടാണ് അതിന് മായ എന്ന് പറയണത്. എൻ നയേന വിരുദ്ധ്യതേ ഭഗവതോ മായ എന്നയേന വിരുദ്ധ്യതേ. ഭാഗവതം പറയണു, നിങ്ങളുടെ ബുദ്ധിക്ക് ഒരു വിധത്തിലും പിടിതരാത്തവളും യുക്തിശൂന്യ വസ്തുപ്രകാശസ്യ സംജ്ഞാമായ. യുക്തിയേ ഇല്ല, വസ്തു കാണും. ഒരു യുക്തിയുമില്ല, പക്ഷെ സാധനം കാണും, പലതും കാണും. അന്വേഷിച്ച പിടികിട്ടില്ല. അതുകൊണ്ടാണ് ഈ സയന്റിഫിക് റിസർച്ച് ഒന്നും ഒരിടത്തും ചെന്നെത്തില്ല, അവസാനിക്കില്ല, പോയിക്കൊണ്ടേയിരിക്കും. ശാന്തി ഒട്ടും ഉണ്ടാവൂല. ഗാദി കണ്ട സ്വപ്നം പോലെയാണ്. പുതിയ ഗ്രഹം കണ്ടുപിടിച്ചുവെന്നും 1 കോടി പ്രകാശവർഷം ദൂരത്ത് പുതിയ മനുഷ്യവാസം ഉണ്ടാവുന്ന ഗ്രഹം കണ്ടുപിടിച്ചു എന്നൊക്കെ വരും. നമ്മൾ അതൊക്കെ വെട്ടിവിഴുങ്ങും. നമ്മുടെ പിള്ളേര് ബൈഹാർട്ട് ചെയ്യും, പരീക്ഷയ്ക്ക് എഴുതും, പാസ്സാവും. ഒരുപക്ഷെ നാളെ യാത്ര ചെയ്ത് അങ്ങോട്ടൊക്കെ പോയി എന്നും വരാം. പക്ഷെ ഒന്നും കാര്യമില്ല. ഇതൊക്കെ ഈ സർക്കസിലെ മോട്ടോർ ബൈക്ക് ഓടിക്കണത് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഒരു ഗ്ലോബ് ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ? ഒരു ഗ്ലാസ് ഗ്ലോബ്. അതിൻ്റെ ഉള്ളിൽ ഈ മോട്ടോർ ബൈക്ക് ഇങ്ങനെ ചുറ്റും. അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ചോട്ടിൽ ഇങ്ങനെ ചുറ്റും, പിന്നെ ചോട്ടിൽ പോയിട്ട് മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ വരും. അത് കണ്ടുകൊണ്ട് ആളുകൾ ഇരിക്കും. ഇത്തിരി വിവരമുള്ള ആൾക്ക് ഇത്തിരി ചിന്തിച്ചാൽ അത് മടയത്തരമാണെന്ന് മനസ്സിലാവും. എന്താന്ന് വെച്ചാൽ ഈ വാഹനം എന്തിനാ?
ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് പോവാനാണ് അല്ലേ? ഇപ്പൊ അതെന്താ ചെയ്യണത്? ഒരു സ്ഥലത്തിലേക്കും പോവാതെ നിൽക്കണിടത്ത് നിന്ന് ചുറ്റാണ്. അത് കാണാനാണ് നമുക്ക് രസം. എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണതും അതാണ്. ഒരു മൂവ്മെന്റും ഇല്ലാതെ ഒരു വിധത്തിലും നമുക്ക് വേണ്ടത് ശാന്തിയാണ്, നമുക്ക് വേണ്ടത് ആനന്ദമാണ്, സംതൃപ്തിയാണ്, സുഖമാണ്. പക്ഷേ നമ്മൾ അന്വേഷിച്ചിട്ട് ഉണ്ടാക്കണതോ ഡിപ്രഷനാണ്, ടെൻഷനാണ്, വിഷമങ്ങളാണ്, യുദ്ധമാണ്, രാഗദ്വേഷങ്ങളാണ്. ഇതിനൊക്കെ കാരണം ഇതാണ് മായ എന്ന് പറയുന്നത്. അഘടിത ഘടനാ പടീയസി മായ. ഘടിപ്പിക്കാൻ കഴിയാത്തതിനെയൊക്കെ ഘടിപ്പിച്ച് കാണിച്ച് നമ്മളെ വട്ടം ചുറ്റിക്കുന്ന ആ ശക്തിക്ക് പേരാണ് മായ. ഭഗവതാ മായ. ആ മായയെ തരണം ചെയ്യാൻ എന്താ വഴി? അതാണ് വിവരമുള്ള ആള് ചോദിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. എങ്ങനെയാണെങ്കിൽ എനിക്ക് ഹിതമുണ്ടാകും, എനിക്ക് ശാന്തി ഉണ്ടാകും? എങ്ങനെ ഞാൻ ഇതിൽ നിന്നും പുറത്തു പോകും എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു, മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിത്തെ. എനിക്ക് ആര് പ്രപത്തി ചെയ്യുന്നുവോ, ശരണാഗതി ചെയ്യുന്നുവോ, ഈ മായ ഭഗവാന്റെ ശക്തിയാണ്. വൈഷ്ണവീ ശക്തി അനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസി മായ. ത്വം വൈ പ്രസന്നാ ഭുവി മുക്തിഹേതു. ത്വം വൈഷ്ണവീ ശക്തി അനന്തവീര്യം. വൈഷ്ണവീ ശക്തി എന്ന് വെച്ചാൽ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ശക്തിയാണ്. അനന്തവീര്യ, അതിന്റെ വീര്യം നമുക്കൊന്നും പിടികിട്ടില്ല. ത്വം വൈ പ്രസന്നാ ഭുവിമുക്തി ഹേതു. ആ ശക്തി നമ്മളെ അനുഗ്രഹിച്ചാൽ, പ്രസന്നമായാലേ നമ്മൾ സ്വതന്ത്രരാവുകയുള്ളൂ എന്നാണ്. ആ ശക്തിയെ പ്രസന്നപ്പെടുത്തുക. എങ്ങനെ അവളെ പ്രസന്നപ്പെടുത്തും? അവൾക്ക് തന്നെ ശരണാഗതി ചെയ്യൂ. അവൾക്ക് ശരണാഗതി ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? അഹങ്കാരം ഇല്ലാത്ത സ്ഥിതിക്ക് പേരാണ് ശരണാഗതി. അഹങ്കാരം ഉദിക്കാത്ത സ്ഥിതിയാണ് ശരണാഗതി. ഇറ്റ്സ് എ നാച്ചുറൽ സ്റ്റേറ്റ്, സഹജസ്ഥിതി എന്ന് വേദാന്തികൾക്കും പറയാം. ഭക്തന്മാർക്ക് ശരണാഗതി എന്ന് പറയാം. ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ. ശരണാഗതി ചെയ്ത ദീനനെ എപ്പോഴും പരിത്രാണം ചെയ്യുന്നവളാണവൾ. അപ്പൊ ശരണാഗതി ചെയ്യണം. ശരണാഗതി എപ്പ ചെയ്യാൻ പറ്റും? എപ്പോ എന്നെക്കൊണ്ട്, എന്റെ സാമർത്ഥ്യം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നറിയുമ്പോഴേ ശരണാഗതി വരുവുള്ളൂ, അല്ലേ? ജീവിതത്തിനെ മുഴുവൻ വീക്ഷിക്കുന്ന ആൾക്ക് മനസ്സിലാവും എന്റെ സാമർത്ഥ്യം എന്ന് പറയുന്നത് വെറും ഒരു ഭ്രമമാണ്. നല്ലവണ്ണം വീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. എല്ലാം ഒരു ഒഴുക്കാണ്, ഒരു ഒഴുക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒഴുക്കിൽ നമ്മളും പെട്ടിരിക്കുകയാണ്. ആ ഒഴുക്ക് നമ്മളുടെ ജീവിതത്തിൽ പലതിനോടും നമ്മളെ ഘടിപ്പിക്കുകയും ഇതശ്ച ഇതരതശ്ചൈനം കൃതാന്തഃ പരികർഷതി. ശ്രീരാമചന്ദ്രൻ ഭരതനോട് പറയാണ്, ഏതോ ഒരു ശക്തി നമ്മളെ അങ്ങടും ഇങ്ങടും ഒക്കെ വലിച്ചുകൊണ്ട് നടക്കണു, നമ്മൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിവുള്ളവൻ എന്ത് വേണം? ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഭ്രമത്തിനെ അറിവുകൊണ്ട് നീക്കണം. ഏതോ ഒരു ശക്തി നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ആ ശക്തിയുടെ കയ്യിൽ ഞാൻ വെറും ഒരു യന്ത്രം മാത്രമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്കൊരു സങ്കല്പം, പ്രത്യേകിച്ചൊരു സങ്കല്പം, അംബീഷൻ ഇല്ലെങ്കിൽ നമ്മളെ ആ ശക്തി പൂർണ്ണമാക്കി തീർക്കും. ജീവിതത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യമൊക്കെ വെക്കാം, പ്രവർത്തിക്കാം. പക്ഷെ യാതൊന്നും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡിപ്രഷനോ ടെൻഷനോ ഒന്നുമില്ല. ഒരു അമ്മ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് എന്ത് വിഷമം? അമ്മ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകണോ അങ്ങോട്ട് പോകും, അത്ര തന്നെ. തന്റേതായിട്ടൊന്നുമില്ല. എന്താ വരണമെന്ന് വെച്ചാൽ വരട്ടെ, ആവുന്നതാവട്ടെ, എന്താ നടക്കണമെന്ന് വെച്ചാൽ നടക്കട്ടെ. തന്റേതായി ഒരു ഇച്ഛയില്ല. അവിടെയാണ് ആധ്യാത്മികത ജനിക്കുന്നത്. എല്ലാ ആസക്തികൾക്കും മൂലകാരണം ഞാൻ എന്നുള്ള അഹങ്കാരമാണ്. ആ അഹങ്കാരത്തിൽ നിന്നാണ് ഡിപ്രഷനും ടെൻഷനും വിഷമങ്ങളും ഒക്കെ ഉദിക്കുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ ശ്രദ്ധിച്ചാൽ കാണാം അനേക വ്യസനം, അനേകവിധ വിഷമങ്ങള്.
അതിനൊക്കെ കാരണമോ ഞാനാണ് ജീവിക്കണതെന്നും എന്റെ ജീവിതം എന്റെ ചുമതലയിലാണെന്നുള്ള ഭ്രമമാണ്. ഞാൻ വിട്ടുകഴിഞ്ഞാൽ ഇവിടെ കുഴപ്പമാവും എന്നുള്ള ഒരു ഭ്രമമാണ്. ഇവിടെ നമ്മളല്ല ജീവിക്കണത്. യു ആർ നോട്ട് ലിവിങ്, ലൈഫ് ഈസ് ലിവിങ് ത്രൂ യു. ലൈഫ് പ്രിൻസിപ്പിൾ ഈസ് ലിവിങ് ത്രൂ യു. ഏതോ ഒരു യാ ദേവി സർവഭൂതേഷു ചേതനേത്യഭിധീയത്തെ നമസ്തസ്യൈ 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 നമോ നമഃ. ആ ചേതനാശക്തി നമ്മളിലൂടെ അതിന്റെ കാര്യത്തിന്, അതിന്റെ ഏതോ ഒരു പർപ്പസിനെ ചെയ്തു തീർക്കാണ്. നമ്മൾ സാക്ഷി മാത്രമാണ്. ആ ചൈതന്യത്തിന്റെ പ്രവൃത്തിക്ക്, ചിത് ശക്തിയുടെ പ്രവൃത്തിക്ക് നമ്മൾ സാക്ഷി മാത്രമാണ്. ആ ചിത് ശക്തി പ്രവർത്തിക്കുന്നതിന്റെ പർപ്പസ് എന്താ എന്ന് വെച്ചാൽ ഓരോന്നിനെയും പൂർണ്ണമാക്കണം. നമ്മളുടെ ജീവിതം പൂർണ്ണമാവണം. നമ്മളൊക്കെ പൂർണ്ണതയിൽ നിന്നാണോ വന്നിരിക്കുന്നത്, പൂർണ്ണതയിലാണ് ഇരിക്കുന്നത്. അപൂർണതയുടെ ഒരു ഭ്രമം മാത്രം ഏർപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ശരീരമാണെന്നും ഈ ശരീരം എന്റെ ആണെന്നും ഈ ശരീരം എനിക്ക് പ്രയോജനപ്പെടുമെന്നും ഒരു ഭ്രമം. ആദ്യത്തെ ഭ്രമം ഈ ദേഹം ഞാനാണ്. ആ ഭ്രമത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും. ഈ ദേഹം ഞാനാണ്, ഈ ദേഹം മാത്രമാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ഭ്രമത്തിലല്ലാതെ നമുക്ക് സമൂഹത്തിൽ നിൽക്കാൻ പറ്റുമോ? ഗവൺമെന്റ് ഓഫീസില് അപ്ലിക്കേഷൻ എഴുതുമ്പോ നാഹം മനുഷ്യോ നചദേവ യക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര നിജബോധരൂപ, ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ ബോധമാണെന്ന് എഴുതാൻ പറ്റുമോ ഗവൺമെന്റ് ഓഫീസ് ആപ്ലിക്കേഷനില്? ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞാലും അവിടെ പോയാൽ അവർ ആദ്യം പറയണത് ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ എന്നാണ് പറയണത്. പറയണതൊക്കെ കൊള്ളാം. മതം എന്താണെന്ന് പറയൂ. സ്ത്രീയാണോ പുരുഷനാണോ പറയൂ. മുമ്പിൽ വന്ന് നിൽക്കണു, അതൊന്നും പോരാത്രേ. എല്ലാം ആധ്യാത്മികതയാണെങ്കിൽ എന്ത് പറയണു? നീ ശരീരമല്ല, ജാതി മതം ഇതൊക്കെ നിന്നിൽ ആരോപിതമാണ്, നീ നിത്യവസ്തുവാണ്, ആത്മാവാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും, ഞാൻ ജനിച്ചിട്ടില്ല. ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും, എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ അവര് പ്രാന്താസ്പത്രിയിലേക്ക് കൊണ്ടുപോകും. എന്താന്ന് വെച്ചാൽ അവിടെയാണ് ഇത്തിരി വിവരമുള്ളവരും ഉള്ളതെന്നാണ്. സമാനമായി ഭ്രാന്തുള്ളവരൊക്കെ കൂടെ ചേർന്നിരിക്കുന്ന ഒരു സ്ഥലത്തിന് പേരാണ് സമൂഹം. ഒരേ തരത്തിലുള്ള ഭ്രാന്താണെങ്കിൽ പരസ്പരം ദൂഷ്യമില്ല. ഭ്രാന്ത് ഇത്തിരി മാറിയ ആൾക്ക് ഭ്രാന്തിന്റെ നടുവിൽ നിൽക്കാൻ പറ്റില്ല. അതൊരു വിഷമാണ്. ഇത്തിരി കിറുക്ക് പിടിച്ചിട്ടേ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കിറുക്ക് മാറിയാലും ഇത്തിരി കിറുക്ക് ഉള്ള പോലെ നടിച്ചുകൊള്ളണം, അല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ സമൂഹ ജീവിതം, ലോകജീവിതം എന്ന് പറയുന്നത് അജ്ഞാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. വിദ്യാ അവിദ്യാസ്വരൂപിണീ നമഃ എന്ന് ലളിതാ സഹസ്രനാമത്തിലുണ്ട്. വിദ്യയും അവിദ്യയും. അവിദ്യയെ ബേസ് ചെയ്തുകൊണ്ടല്ലാതെ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. വിദ്യയെ ആശ്രയിക്കാതെ നിങ്ങൾക്കൂട്ട് രക്ഷപ്പെടാനും പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ശ്രീരാമകൃഷ്ണദേവൻ പറയണത് വിദ്യയെ ആശ്രയിച്ച് രക്ഷപ്പെട്ടിട്ട് അവിദ്യയെ ആശ്രയിച്ച് ലോകത്തിൽ ജീവിച്ചോളൂ എന്നാണ്. ഉപനിഷത്തും അതാണ് പറയുന്നത്. വിദ്യാംച അവിദ്യാംച യസ്തദ്വേദ ഉഭയകും സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ അമൃതമശ്നുതേ. വിദ്യയെയും അവിദ്യയെയും രണ്ടിനെയും വെച്ചുകൊള്ളുക. രണ്ട് ഡയമെൻഷനിലാണ്. അവിദ്യ ശരീരതലത്തിലാണ്. അവിദ്യാതലം ലോകസംബന്ധപ്പെട്ടതാണ്. ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം, സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലൗകിക ജീവിതം എന്നുള്ളത് ഒരു ഡയമെൻഷനിലുണ്ട്, അധ്യാത്മ ജീവിതം എന്നുള്ളത് വേറൊരു ഡയമെൻഷനിലുണ്ട്. രണ്ടും കൂട്ടിക്കുഴയ്ക്കണ്ടാവും. ഒന്ന് വ്യാവഹാരികവും മറ്റേത് പാരമാർത്ഥികവും ആണ്. വ്യാവഹാരികം വ്യവഹാര തലത്തിലും പാരമാർത്ഥികം പാരമാർത്ഥിക തലത്തിലുമാണ്. പാരമാർത്ഥികത്തിനെ വ്യവഹാരത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല.
വ്യവഹാരത്തിനെ പാരമാർത്ഥികത്തിലേക്ക് കൊണ്ടുപോകാനും സാധ്യമല്ല. അപ്പൊ വ്യവഹാര തലത്തില് ഞാൻ ശരീരമാണെന്നൊക്കെ പറയാം. ലോകത്തില് പേര് ചോദിച്ചാൽ അന്ന പേര് തന്നെ പറഞ്ഞുകൊള്ളുക. ഓഫീസില് ജോലിക്ക് പോകുമ്പോ അങ്ങനെ തന്നെ ആവട്ടെ, കുടുംബത്തിലിരിക്കുമ്പോ അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ ഉള്ളില് സത്യത്തിനെ അറിയണമെങ്കിൽ ഈ ദേഹത്തിനെ ആദ്യം നിഷേധിക്കേണ്ടി വരും. ദേഹം ഞാനല്ല എന്ന് നിശ്ചയമായിട്ട് അറിയേണ്ടി വരും. ദേഹം നിത്യനിരന്തരം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന ജഡമാണ്. ദേഹത്തിനെയും ദേഹിയെയും പിരിക്കുന്ന വിദ്യയ്ക്ക് പേര് ഹംസവിദ്യ എന്നാണ്. ഹംസമന്ത്രാർത്ഥരൂപിണ്യൈ നമഃ എന്ന് ദേവിക്ക് ഒരു നാമം. ഹംസവിദ്യ സ്വരൂപിണ്യൈ നമഃ എന്നും ദേവിക്ക് ഒരു നാമം. അന്നങ്ങളുടെ വഴി, ഹംസത്തിന്റെ വഴി, കാക്കകളുടെ വഴി മലം തിന്നലാണ്. അതുകൊണ്ടാണ് ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞത്, കാകൻ പറന്നു പുനർ ഹംസങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ. ഏകാന്തയോഗികളെ കണ്ടിട്ട് അവരെ പോലെ ആകണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഹംസങ്ങളുടെ ഗതി കാക്കയ്ക്ക് പിടികിട്ടാത്തതുപോലെ ഞാൻ വട്ടം കറങ്ങാണെന്നാണ്. ഹംസമന്ത്രാർത്ഥരൂപിണ്യൈ നമഃ എന്ന് ദേവിക്കൊരു നാമം. ഈ ഹംസമന്ത്രത്തിന്റെ അർത്ഥം എന്താ? ഹംസവിദ്യ എന്താ? ജഡത്തിനെയും ചൈതന്യത്തിനെയും വേർപിരിക്കലാണ്. പാലും വെള്ളവും കൂടി കലക്കി വെച്ചാൽ അരയുന്ന പക്ഷി അതിൽ നിന്ന് പാല് മാത്രം എടുത്തു കുടിക്കും എന്നൊരു കൽപ്പന. ഇങ്ങനെയാണോ എന്തോ നമുക്കറിയില്ല. പാലും വെള്ളവും കൂടെ കലക്കി വെച്ചാൽ പാല് മാത്രം അതിന്ന് പിരിച്ചെടുക്കാൻ അതിന് കഴിയുമത്രേ. അതുപോലെ നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ മരിച്ചു പോകുന്നതും നശിച്ചു പോകുന്നതും ദുഃഖത്തിനാസ്പദമായിട്ടുള്ളതുമായ ജഡമുണ്ട്. വേറെ ഒരു ഡയമെൻഷനിൽ മരണമില്ലാത്തതും നിത്യമായിട്ടുള്ളതും ശുദ്ധമായിട്ടുള്ളതുമായ ചൈതന്യം, കോൺഷ്യസ്നെസ്സും ഉണ്ട്. ഈ ജഡത്തിൽ നിന്നും ചൈതന്യത്തിനെ ആര് പിരിച്ചറിയുന്നുവോ, താൻ ചൈതന്യമാണ് എന്ന് അറിയുകയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോവില്ല. അതിനാണ് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത്. മറന്നേ പോവില്ല. പിന്നെ അറിഞ്ഞു കഴിഞ്ഞവൻ ഇനി എന്തൊക്കെ തന്നെ ലോകത്തിൽ വേഷം കിട്ടിയാലും അയാൾക്ക് പിന്നെ അറിഞ്ഞത് തന്നെ മറന്നു പോവില്ല, മറക്കാൻ സാധ്യമല്ല. ഒരാള് രാവണന്റെ വേഷം കെട്ടി നാടകത്തിൽ കളിച്ചാലും അയാളുടെ വാസ്തവത്തിലുള്ള പേര് രാമൻ എന്നാണെങ്കിൽ അയാൾ രാവണനാവില്ല. ഉള്ളിൽ അയാൾക്ക് അറിയാം ഞാൻ ഇന്ന ആളാണെന്ന്. തൽക്കാലത്തേക്കൊക്കെ രാവണനായിട്ടൊക്കെ അട്ടഹസിക്കും. അതുപോലെ സത്യം അറിഞ്ഞു കഴിഞ്ഞവനാണ് പിന്നെ മറക്കില്ല. അയാൾക്ക് മറക്കാൻ സാധ്യമല്ല. കാരണം ഓർക്കുകയും മറക്കുകയും ഒക്കെ മനസ്സിന്റെ ജോലിയാണ്. സത്യം അറിയുന്നത് മനസ്സിന്റെ മണ്ഡലത്തിലല്ല, ബോധത്തിന്റെ മണ്ഡലത്തിലാണ്. അവിടെ ഓർക്കുക മറക്കുക ഒന്നുമില്ല. അതുകൊണ്ട് സത്യം അറിഞ്ഞ ശേഷം മനസ്സിന്റെ ഈ കളിയൊന്നും അവിടെ ആവശ്യമില്ല. ഓർക്കുക, ചിന്തിക്കുക ഒന്നും. മനസ്സ് ഇതിന്റെ തൊഴിലൊക്കെ പഴയ പോലെ ചെയ്യും. അത് പിന്നെ പ്രത്യഭിജ്ഞ ഉണ്ടായിക്കഴിഞ്ഞതാണ്, മറന്നുപോയില്ല. അപ്പോ സത്യത്തിനെ ആദ്യം അറിയാനുള്ള ആദ്യപടിയാണ് ദേഹം ഞാനല്ല, ശരീരം ഞാനല്ല. ശരീരം പ്രകൃതിയുടെ ആദ്യ സ്ഥൂല ഭാഗമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ ദേഹം ഞാനല്ല. ദേഹം ജനിച്ചു, ദേഹം വളരണു, ദേഹം പരിണമിക്കുന്നു. ദേഹത്തിന് വ്യാധികൾ വരും, ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ വരും. ദേഹം ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആണ്. ദേഹം സ്ത്രീയോ പുരുഷനോ ആണ്. അതാത് വംശങ്ങൾക്കും മറ്റുമൊക്കെ ഉള്ള ധർമ്മങ്ങളോ കാര്യങ്ങളോ ഒക്കെ അത് ഉണ്ടാവും. പക്ഷെ ഈ ദേഹം ഞാനല്ല. ഇത് പുറമേ എവിടെയോ കളിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഞാനല്ല. ദേഹം എന്റെയും അല്ല. ഇതൊക്കെ അറിവ് മാത്രമാണ്. ഈ അറിവ് പ്രത്യഭിജ്ഞയാവണം, കൺവിക്ഷൻ ആവണം. ദേഹം എന്റെയും അല്ല. ഇത് ദിവസം വിചാരം ചെയ്ത് നോക്കണം. ദേഹം എന്റെയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. പക്ഷേ ദേഹം എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെയാണെന്ന്. ഞാനാണ് പറയണത് ഈ ദേഹം എന്റെയാണെന്ന്. മാത്രമല്ല വാർദ്ധക്യമാവും തോറും, വ്യാധിഗ്രസ്തമാവും തോറും ഈ ദേഹം എന്റെ അടുത്ത് പറയണത് നിനക്കും എനിക്ക് സംബന്ധമില്ല എന്നാണ്.
നീ പറയണത് ഞാൻ കേൾക്കില്ല എന്നുള്ളതാണ് ഓരോ മൊമെന്റിലും അതിന്റെ തോന്നിയവാസം. അല്ലേ പറയൂ? എന്തൊക്കെ ചെയ്തു നോക്കണു. ഏറ്റവും അടുത്തുള്ള സാധനം ഇത് തന്നെ ഗ്രേറ്റസ്റ്റ് മിസ്റ്ററിയാണ്. ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, അവർക്കും അറിയാം അതിന്റെ മിസ്റ്ററി. അതിന്റെ ഒരു വശമൊക്കെ പഠിച്ചാലും അതൊന്നും പറഞ്ഞാൽ കേൾക്കണില്ല. അത് എങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ഋഷികൾ പറയണത് പൂർവസങ്കല്പം വെളിയിൽ തുപ്പിക്കളഞ്ഞതാണ് ദേഹമെന്നാണ്. ഉള്ളിലുണ്ടായ സങ്കല്പത്തിന് വെളിയിൽ തുപ്പിക്കഴിഞ്ഞു. ആ ഉള്ളിലുള്ള ചേതന അന്തര്യാമി തുപ്പിക്കഴിഞ്ഞതാണ് ഈ ദേഹം. ഒരു സങ്കല്പത്തിൽ നിന്നാണ് ദേഹം ഉണ്ടായിരിക്കുന്നത്. അച്ഛന്റെയും അമ്മയുടെയും സങ്കല്പമാണെന്ന് നമുക്ക് ഊഹിക്കാം. നമ്മളുടെ സങ്കല്പമാണെന്നും ഇപ്പൊ നമുക്ക് അറിയണില്ല. പക്ഷെ ശാസ്ത്രം പറയണത് നമ്മളുടെ സങ്കല്പത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. എവിടെയോ സങ്കല്പിച്ചു. ആദ്യം സങ്കല്പിച്ചു, ദേഹരൂപത്തിൽ പരിണമിച്ചു, ചെറിയ കോശമായി. ഭാഗവതത്തിൽ പറയുന്നു, ഒരു രാത്രിയിൽ വളരെ ചെറിയ ഒരു കലലം പഞ്ചരാത്രേണ ബുദ്ബുദം, 5 രാത്രികൾ കൊണ്ട് ഒരു ബബിൾ പോലെ, കുമിള പോലെ ആവുന്നു. ദശാഹേനത്തു കർക്കന്ധുഹു, 10 ദിവസം കഴിയുമ്പോൾ പതുക്കെ 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 ഒരു വലിയൊരു ഒരു ചെറിയ ഒരു പഴം പോലെയും പതുക്കെ പതുക്കെ അത് വളരുകയും മാസങ്ങൾ കൊണ്ട് കൈയും കാലും തലകളും ഒക്കെ രൂപപ്പെട്ട് ഓരോന്നായി വരികയും പതുക്കെ അതിന് സ്മൃതിയൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് അതിനകത്ത് ജീവൻ തന്നെ ഞാൻ എന്ന് വിളിച്ചു തുടങ്ങുകയാണ്. പതുക്കെ ഞാനെന്ന് അപ്പോഴും ഇല്ല അതിന്. അതൊരു ശരീരം ജനിച്ച ശേഷമും ശരീരം ഇങ്ങനെ നേച്ചറിൽ നിൽക്കുകയാണ്. കുട്ടികളെ ശ്രദ്ധിച്ചാൽ, കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചാൽ കാണാം, അവർക്ക് ആ ബോഡിയിൽ ദേ ഹാവ് നോട്ട് എന്റേർഡ്. ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് സ്പേസില്. അതിനകത്തുള്ള ആ ചേതന വേറെ എവിടെയോ ആണ്. പതുക്കെയാണ് ചേതന ദേഹത്തിന്റെ ഉള്ളിൽ ഐഡന്റിഫൈ ചെയ്യണത്. പതുക്കെ കൈയും കാലും ഒക്കെ കൺട്രോൾ ചെയ്ത് ആ കണ്ണിന്റെ ഉള്ളിൽ കൂടെ നോക്കാൻ തുടങ്ങി, ചെവിയിലൂടെ കേൾക്കാൻ തുടങ്ങണമൊക്കെ പതുക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് കുട്ടികളെ കണ്ടാൽ തന്നെ കാണാം, അവരുടെ ശരീരവും ഉള്ളിലുള്ള ചേതനയും കൂടെ യോജിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ അഴകും ആ സൗന്ദര്യവും. ദേഹത്തുനിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ സൗന്ദര്യമാണത്, ദേഹത്തിന്റെ ഉള്ളിൽ കടന്നതിന്റെ സൗന്ദര്യമല്ല. പതുക്കെ പതുക്കെ പതുക്കെയാണ് ദേഹത്തിന്റെ ഉള്ളിൽ കടക്കുകയും ഓരോന്നായി നോക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യണു. പിന്നെ നമ്മള് ഒരു പേര് കൊടുക്കും ആ കുട്ടിക്ക്. ഹരി എന്ന് പേര് കൊടുക്കും. എന്നിട്ട് ഹരി ആരാണെന്ന് ചോദിക്കും. ആദ്യമൊന്നും കുട്ടിക്ക് അറിയില്ല. പിന്നെ പറയും ഞാനാണ്. ഒരു അത്ഭുതമായ വാക്കാണ് ഞാൻ എന്ന് പറയാൻ തുടങ്ങും കുട്ടി ആദ്യമായിട്ട്. ഞാനാണ് എന്ന് പറയും. അപ്പോ എന്നിട്ട് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത് ഇതാരുടെയാ? എന്റെ എന്ന് പറയും. ഇങ്ങനെയാണ് പതുക്കെ ആ സെന്റർ ഉണ്ടാവണത് ശരീരത്തില്. ഞാൻ, എന്റെ. പിന്നെ വേറെ ആരെങ്കിലും എടുക്കാൻ പറയപ്പെടുമ്പോ കരയും. അപ്പൊ പിരിഞ്ഞു. ഞാൻ, നീ രണ്ടായിട്ട് പിരിഞ്ഞു. ത്വം അഹം ഇദം ഇതി യം കൽപ്പന ബുദ്ധിദോഷാത് പ്രഭവതി പരമാത്മനി അദ്വയേ നിർവികൽപ്പേ. നിർവികൽപ്പമായ ഒരു ശുദ്ധ പ്രജ്ഞാനത്തിൽ ഞാനെന്നൊന്ന് തോന്നുകയും പിന്നെ നീ അവനെന്നുള്ളതൊക്കെ ജനിക്കുകയും ചെയ്ത് കഴിയുമ്പോ നല്ല സന്തോഷമായി നമുക്ക്. കുട്ടി നമ്മളെ പോലെ ആയി എന്നാണ്. കുട്ടിക്ക് വിവരം വെച്ചു എന്നാണ് അപ്പൊ പറയണത് നമ്മൾ. അപ്പോഴാണ് കുട്ടിക്ക് വിവരം വെച്ചത്. പിന്നെ ഇനിയിപ്പോ നമ്മളെ പോലെ പെട്ടോളും ഇനി കുട്ടി. എന്റെ നിന്റെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോ അത് പഠിപ്പിക്കും. നമ്മള് കുട്ടിയെ കളിപ്പിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ അൺകോൺഷ്യസ് ആണേ. കുട്ടിയെ കളിപ്പിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. ഇതാരുടെയാ? ഞാൻ തരില്ല എന്നൊക്കെ. ശരിക്കും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നായിനെയും പൂച്ചയും ഒക്കെ കണ്ടാൽ കാണാം, പൂച്ചക്കുട്ടികളെയോ നായ്ക്കുട്ടികളെയോ കടിക്കാൻ പഠിപ്പിക്കുന്നത്. എലി പിടിക്കാൻ പഠിപ്പിക്കുകയാണേ. എലി പിടിപ്പിക്കാൻ പൂച്ച പഠിപ്പിക്കണ പോലെ നമ്മളും നമ്മളുടെ എലി പിടിക്കൽ ഒരു പരിപാടി ഉണ്ട് ലോകത്തില്. എന്റെ നിന്റെ എന്നൊക്കെ പറഞ്ഞ് അതിന് കുട്ടികളെ അൺകോൺഷ്യസ് ആയിട്ട് തയ്യാറാക്കുകയാണ്. ഇത് തരില്ല, ഇത് എന്റെ ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ പതുക്കെ കുട്ടികള് എന്റെ ഞാൻ എന്നുള്ള ആ ഒരു സെന്റർ ഇല്യൂഷൻ, അവിദ്യ, മൂലാവിദ്യ, ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമാണ് ദേവിക്ക്, മൂലാവിദ്യാസ്വരൂപിണ്യേ നമഃ. മൂലാവിദ്യയല്ല അത്, മൂല അവിദ്യ. മൂല അവിദ്യ, പ്രൈമൽ ഇഗ്നറൻസ്, പ്രിമോർഡിയൽ ഇഗ്നറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രൈമൽ ഇഗ്നറൻസ്, ആദ്യമായി ഉണ്ടാകുന്ന അവിദ്യ. ആ അവിദ്യയാണ് ഞാൻ എന്ന് പറഞ്ഞ് ശുദ്ധ ബോധത്തിൽ ഒരു പ്രത്യേക വ്യക്തിത്വം. ആ പ്രത്യേക വ്യക്തിത്വം ഉണ്ടായിക്കഴിഞ്ഞു കഴിയുമ്പോ ആ പ്രകൃതിയിൽ ഞാൻ വേറെ, എല്ലാം വേറെ ആവണം.
ആ പ്രത്യേക വ്യക്തിത്വം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നായിരിക്കും. അതാണ്. അതുകൊണ്ട് വ്യവഹാരം ചെയ്യാൻ പറ്റില്ല. നമ്മൾ നോക്കുമ്പോ ഏകാത്മപ്രത്യയസാരം എന്നാണ് ഉപനിഷത്ത് പറയണത്. കാണുന്ന മരവും ആകാശവും ഒക്കെ ഒന്നായിട്ട് തോന്നും. അത് ചിലപ്പോൾ യോഗം കൊണ്ടുവരും, ജ്ഞാനം കൊണ്ടുവരും. ജ്ഞാനം കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഭയപ്പാടുണ്ടാവില്ല, യോഗം കൊണ്ടുവന്നാൽ ഭയപ്പാടുണ്ടാവും. വിവേകാനന്ദ സ്വാമികൾ ഒരു ദിവസം വേദാന്തം വായിച്ചിട്ട് ശ്രീരാമകൃഷ്ണദേവൻ കേൾക്കെ പ്രതാപ് ചന്ദ്ര ഹസ്ര എന്ന് പറയുന്ന ഒരു ആളുടെ അടുത്ത് വേദാന്തത്തിനെ കളിയാക്കുകയാണ്. പിന്നീട് വേദാന്തിയായിരുന്ന വിവേകാനന്ദൻ ചെറുപ്പക്കാരനായിരിക്കുമ്പോ അതെന്താന്ന് മനസ്സിലാവാത്തത് കൊണ്ട് നരേന്ദ്രനാഥ് ദത്ത പ്രതാപ് ചന്ദ്ര ഹസ്രയോട് പറയാണ്, ഇത് എന്ത് മണ്ടത്തരമാണ് ഈ വേദാന്തം, എല്ലാം ഞാനാണത്രേ. ഈ കാണുന്ന മരം ഞാനാണ്, ആകാശം ഞാനാണ്, ഭൂമി ഞാനാണ്, ഈ കമണ്ഡലം ഞാനാണ്, ഇവിടെ ഉള്ളത് മുഴുവൻ ഞാനാണത്രേ. ഇത് എന്തൊരു മഠേത്തരമാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുകയാണ്. അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ അകമേ നിന്ന് വന്നു. ഓ, നീ എല്ലാം മനസ്സിലാക്കിയോ, വേണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് മുതുകത്തൊന്ന് തട്ടിക്കൊടുത്തു. ഇതിന് ശക്തിപാതം എന്ന് പറയും. ശക്തിപാതം എന്താന്ന് വെച്ചാൽ സ്വയം ആ സ്ഥിതിയിലിരിക്കുന്ന ഒരു ജീവൻ മുക്തൻ തന്റെ കൺവിക്ഷനെ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുകയാണ് തത്കാലത്തേക്ക്. ആ ഉണ്ടായത് നരേന്ദ്രനാഥിന് ഒരാഴ്ചക്ക് എന്തോ പറ്റി. മുമ്പില് കുതിരവണ്ടി വരികയാണെങ്കിൽ വഴിയൊന്നും മാറില്ല. താനും അതൊക്കെ ഒന്നാണെന്നൊരു തോന്നല്. ഇത് യോഗസ്ഥിതിയാണ്, ജ്ഞാനമല്ല. ജ്ഞാനമാണെങ്കിൽ ഈ കുഴപ്പം വരില്ല. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വിഷമായി. അദ്ദേഹം പറഞ്ഞു ശ്രീരാമകൃഷ്ണദേവനോട്, ഇനിയും അവിദ്യ നിൽക്കുന്നത് കൊണ്ടാണ് ഭയം തോന്നിയതേ. അർജുനൻ പറഞ്ഞുവല്ലോ ഭഗവാനോട്, എനിക്ക് പേടി തോന്നുന്നു എന്ന് പറഞ്ഞു വിശ്വരൂപം കണ്ടിട്ട്. അത്യാഹിമേകോ ഭവാൻ ഉഗ്രരൂപ. പേടി ഭീത പ്രണമ്യ എന്നാണ് ഗീത പറയണത്. വിശ്വരൂപം കണ്ട് പേടിച്ച് നമസ്കരിച്ചു അത്രയും. അപ്പൊ പേടിക്കണമെങ്കിൽ അഹങ്കാരം വേണമല്ലോ. അഹങ്കാരം ഇനിയും ബാക്കി നിൽക്കണമെന്നുകൊണ്ടാണ് ഭയം. അപ്പൊ നരേന്ദ്രനാഥൻ പറഞ്ഞു ശ്രീരാമകൃഷ്ണദേവനോട്, എനിക്കിത് വേണ്ട, അത് എടുത്തു കളയൂ. അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ തട്ടിക്കൊടുത്ത് പറഞ്ഞു, കാലം വരുമ്പോ ഒക്കെ നീ ശരിക്കും മനസ്സിലാക്കും. ഇത് അറിഞ്ഞു നിനക്ക് ഈ സ്ഥിതിയിൽ വരും. അവസാനം ശരത്ചന്ദ്ര ചക്രവർത്തി അദ്ദേഹത്തിന്റെ ശിഷ്യനോട് വിവേകാനന്ദ സ്വാമികൾ അവസാനം പറയണു, കുഞ്ഞേ, ജഗത്ത് മുഴുവൻ ബ്രഹ്മമാണ്, ഞാൻ ആ ബ്രഹ്മമാണ്, നീ ബ്രഹ്മമാണ്, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണ്, അതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. ഞാനിത് അപരോക്ഷമായി ഞാൻ എന്നിൽ അനുഭവിക്കുന്നു, ഇത് കാണുന്നു. നീയും വേണമെങ്കിൽ ഇത് വിശ്വാസത്തോടുകൂടെ എടുത്ത് വിചാരം ചെയ്ത് അനുഭവിക്കുക. നല്ലവണ്ണം കണ്ടെത്തി തെരുവിലിറങ്ങി വിളിച്ചു പറയുക. കേൾക്കണവര് കേൾക്കട്ടെ, അല്ലാത്തവര് പോട്ടെ എന്ന്. സത്താചിത് സുഖരൂപമസ്തി സതതം നാഹം നചത്വം മൃഷ നേദം വാപി ജഗത് പ്രദൃഷ്ടമഖിലം നാസ്തീതി ജാനീഹി ഭോ യത് പ്രോക്തം കരുണാവശാത് ത്വയി മയാ ഏതത് സത്യം ശ്രദ്ധസ്വാനഘ ശുദ്ധബുദ്ധിരസി ചേത് മാത്രാസ്തുതേ സംശയ. കുഞ്ഞേ, നിനക്ക് സംശയം വരാതിരിക്കട്ടെ. ഇവിടെ സത്താചിത് സുഖരൂപമസ്തി സതതം, ഒരു സത്ത ഉണ്ട് എന്നുള്ള അനുഭവരൂപത്തിൽ, ഞാൻ എന്ന അനുഭവരൂപത്തിൽ ഏതൊന്ന് നമുക്ക് പ്രകാശിക്കുന്നുവോ ആ ഞാൻ എന്താണ്, ഞാൻ ആരാണെന്ന് വിചാരം ചെയ്ത് നോക്കുമ്പോ ഞാൻ എന്ന പ്രത്യേക വ്യക്തിബോധം ഇല്ലാതാവുകയും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ഒരു സത്താ ചിത് സുഖരൂപമസ്തി, ഒരു ചിത് സുഖരൂപമായ സച്ചിദാനന്ദം അവിടെ പ്രകാശിക്കുകയും അതിൽ നാഹം നചത്വം, ഞാനെന്നോ നീയെന്നോ ഉള്ള ഭേദമില്ല, അത് വെറും തോന്നലാണെന്ന് അറിയുകയും നേദം വാപി ജഗത് പ്രദൃഷ്ടമഖിലം, ഈ കാണപ്പെടുന്ന ജഗത്ത് പ്രകർഷേണ മുമ്പിലുണ്ടെന്ന് തോന്നപ്പെടുന്ന ഈ ജഗത്ത് നാസ്തീതി ജാനീഹി ഭോഹോ, ഇല്ലെന്നറിയൂ കുഞ്ഞ്. എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയണത് എന്ന് വെച്ചാൽ യത് പ്രോക്തം കരുണാവശാത്വമയ, എന്തെന്നറിയില്ല, തന്നോട് എനിക്കൊരു കാരുണ്യം തോന്നുന്നു, പ്രിയം തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. ശുദ്ധബുദ്ധിയുള്ളവനാണെങ്കിൽ ശ്രദ്ധിക്കൂ, പാപവാസനയില്ലാത്തവനാണെങ്കിൽ നിനക്കിത് തെളിയും. ഇതിൽ അല്പം പോലും സംശയിക്കരുത് എന്നാണ്. അല്പം പോലും ഇതിൽ സന്ദേഹമരുത്, നീ രക്ഷപ്പെടും. ഇതാണ് ആചാര്യ കരുണ എന്ന് പറയണത്.
ഗുരു കൃപ എന്ന് പറയണത് ഇതാണ്. ആ കാരുണ്യത്തിലൂടെ പ്രവഹിക്കുന്ന ബ്രഹ്മവിദ്യ നമുക്ക് തെളിച്ചു തരുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ എന്നുള്ള ഈ പ്രഥമവികാരം ഇല്ലാതാവുകയും അഖണ്ഡാകാരമായ ഒരു ചൈതന്യത്തിന്റെ അനുഭവം ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോ നമ്മളുടെ സകല ദുഃഖങ്ങളും അസ്തമിക്കും. ദുഃഖങ്ങളുടെ മുഴുവൻ ഉറവിടം അജ്ഞാനമാണ്, അവിദ്യയാണ്. അവിദ്യയുടെ രൂപമോ ഞാൻ ദേഹമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്വപ്നത്തിലും നമ്മളെ ദേഹമായിട്ടാണല്ലോ കാണുന്നത്. സ്വപ്നത്തിൽ ദേഹം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും സ്വപ്നം കാണുമ്പോൾ ദേഹമായിട്ടാണ് നമ്മളെ കാണുന്നത്, ദേഹമായിട്ടാണ് നമ്മളുടെ ഇന്ററാക്ഷൻ, ദേഹമായിട്ടാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം. ദേഹമാവട്ടെ ഒരിക്കലും ഞാനെന്ന് പറയണില്ല. ദേഹം സദാ പരിണമിച്ചുകൊണ്ടിരിക്കണു. ദേഹത്തിനോട് നമുക്ക് ഉള്ള ബന്ധം വാസ്തവമല്ല, ഞാൻ എന്നുള്ള അനുഭവമാണ് നമ്മളുടെ യഥാർത്ഥ സത്ത. അത് പരിണമിക്കാതെ ഇരിക്കണമുണ്ട്. ശരീരം പരിണമിക്കും. ശ്രദ്ധിച്ചു നോക്കുക, ഞാൻ എന്നുള്ള അനുഭവത്തിനെ ശ്രദ്ധിച്ചു നോക്കുക. അതെന്താണ്? അത് ഇത്ര കാലമായിട്ട് ഒരു മാറ്റമില്ല, ഒരേപോലെ ഉണ്ട്. ദേഹം പരിണമിച്ചുകൊണ്ടേയിരിക്കണം. ബാല്യം, കൗമാരം, യൗവനം ഒക്കെ കഴിഞ്ഞു പോകുന്നു. വാർദ്ധക്യം, ദേഹത്തിന് പല അനുഭവങ്ങൾ വരുന്നു. ചിലപ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നു, ചിലപ്പോൾ ഉഷാറായിട്ടിരിക്കണു, ചിലപ്പോൾ ചിന്തിക്കുന്നു, ചിലപ്പോൾ കാമം വരുന്നു, കോപം വരുന്നു, അസൂയ വരുന്നു, സ്നേഹം വരുന്നു, വിശപ്പ്, ദാഹം മുതലായിട്ടുള്ള വികാരങ്ങളൊക്കെ വരുന്നു. ഇതൊക്കെ വരികയും പോവുകയും ചെയ്യുന്നു. പക്ഷെ ഇതിന് പുറകിൽ ഞാൻ എന്നുള്ള ആ ഒരു അനുഭവം മാത്രം ഒരു മാറ്റം കൂടാതെ എല്ലാത്തിനു പുറകിലും സാക്ഷിയായിട്ട് നിൽക്കണുണ്ട്. ആ ഞാൻ എന്നുള്ള സത്ത, ചിത്ത്, ആ ചിത്താണ് ശിവൻ. ആ ചിത്തിനും ദേഹത്തിനും ഭേദമുണ്ട്. ദേഹം പ്രകൃതിയുടെയാണ്, ചിത്ത് പ്രകൃതിക്ക് സാക്ഷിയാണ്. പ്രകൃതി മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വസ്തുവാണ്, സ്ക്രീനിൽ സിനിമ പോലെ. നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പലതും വന്നു പോയി കഴിഞ്ഞപ്പോ മറന്നും പോയി, അല്ലേ? ഒരിക്കലും മറക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ വന്നു പോയി. ഈ ബ്രെയിൻ എന്ന് പറയുന്ന സെന്റർ ശരിക്കും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരാണെന്നുള്ളത് പോലും മറന്നുപോകും. നമ്മളുടെ പേഴ്സണാലിറ്റി പോലും നമ്മൾ മറന്നുപോകും. അത്രയേ ഉള്ളൂ. ഇതൊക്കെ പ്രകൃതിയുടെ ഫങ്ഷൻസ് ആണ്. ബ്രെയിൻ, മൈൻഡ്, സെൻസസ് എല്ലാം. അതിന് പുറകിലുള്ള ചൈതന്യമോ പ്രകൃതിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതുമാണ്. പക്ഷെ പ്രകൃതി അതിലാണ് പ്രകാശിക്കുന്നത്. ഞാൻ എന്നുള്ള അനുഭവത്തിൽ, ആ ബൈന്ധവസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇതിന് മുഴുവൻ കാണുന്നത്, ഇതിന് മുഴുവൻ വെളിച്ചം പകരുന്നത്, ഊർജം പകരുന്നത്. അപ്പൊ ഈ പ്രകൃതിയിൽ സുഖം, ദുഃഖം, നല്ലത്, ചീത്ത, കർമ്മം, തമോ ഗുണം, സത്വഗുണം, രജോ ഗുണം ഒക്കെ ആവിർഭവിക്കാം. പുരുഷനിലോ ഇതൊന്നും ബാധിക്കണില്ല. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസു. ഉള്ളിലുള്ള ആ ചേതന പ്രകൃതിയുമായി സമ്പർക്കപ്പെടുമ്പോ പ്രകൃതിയിലുള്ള ഗുണങ്ങളെയൊക്കെ അത് അനുഭവിക്കും. സമ്പർക്കപ്പെടാതെ നിന്നാലോ സൃഷ്ടിയേ ഇല്ല. അവിടെ ശാന്തിയാണ്, ആനന്ദമാണ്. അപ്പോ ഈ പ്രകൃതിയെയാണ് ഇവിടെ മഹാമായ ശക്തി എന്ന് വിളിക്കുന്നത്, ദൃശ്യം. ആ പ്രകൃതിയിൽ നിന്നും സ്വതന്ത്രൻ, നിത്യസ്വതന്ത്രനായ ബോധം, ചൈതന്യം, ആ ചൈതന്യത്തിലേക്ക് തിരിയുന്നതാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള വഴി. അവിടെ ജനനമില്ല, മരണമില്ല, വ്യാധിയില്ല. അതിലേക്ക് തിരിയാനാണ് ഈ ദേഹം ഞാനല്ലെന്നും ദേഹം എന്റെ അല്ലെന്നും പ്രകൃതിയുടെ ആണ് ഈ ദേഹമെന്നും ദേഹം എനിക്ക് വേണ്ടി അല്ലെന്നും അതൊത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്തിരി ശ്രദ്ധിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ദേഹം
എനിക്ക് വേണ്ടിയൊന്നും അത് പ്രയോജനപ്പെടില്ല. അത് ഏതോ ഒരു പർപ്പസും കൊണ്ട് വന്നിരിക്കുകയാണ്. ആ പർപ്പസ് നാച്ചുറൽ ആയിട്ട് പ്രകൃതിയിൽ അത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ഞാൻ എന്നുള്ളത് കടന്നുകൂടിയിട്ട് ഇതെനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ ശാഠ്യം പിടിക്കുമ്പോൾ അതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല അദ്ദേഹം. അതിന്റെ പർപ്പസ് ലെറ്റ് ഇറ്റ് സെർവ് ഇറ്റ്സ് പർപ്പസ്. ഐ ആം നോട്ട് ദിസ് ബോഡി ആൻഡ് ദ ബോഡി ഈസ് നോട്ട് മൈൻ and I have no purpose to serve through this body. ഇത്രയും ആയാൽ അഹങ്കാരം എന്ന് പറയുന്ന അവിദ്യ അവിടെ ഇല്ലാതാവും. അഹങ്കാരം എന്ന് പറയുന്ന പ്രതിഭാസമില്ലാതായാൽ ശുദ്ധചിത്ത് ശിവം അവിടെ തെളിയും. ഈ തെളിക്കുന്ന വിദ്യയ്ക്ക് പേരാണ് ശാരദ എന്ന് പേര്. വൈശാരദി സാതി വിശുദ്ധ ബുദ്ധി ദുനോതിമായാം ഗുണസംപ്രസൂതാം എന്ന് ഭാഗവതം. ആ വൈശാരദീ ബുദ്ധി അത് ഗുണസംപ്രസൂതമായ മായയെ നീക്കി പുരുഷനെ സ്വതന്ത്രമാക്കും. ആ വിദ്യയാണ് ജഗദീശ്വരിയുടെ കൃപ കൊണ്ട് ഉണ്ടാവേണ്ടത്. ആ നിത്യശുദ്ധമായ വസ്തുവായി ഇരുന്നു കൊണ്ടും നമ്മൾ ഈ മായയുടെ ഉള്ളിൽ പെട്ട് മായയുടെ ഉള്ളിൽ നമ്മൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിട്ടുകിട്ടാൻ ജ്ഞാനമാർഗമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഞാൻ ദേഹമല്ല, ദേഹം എന്റെ അല്ല, ദേഹം എനിക്ക് വേണ്ടിയല്ല. ഇനിയിപ്പോ മായയുടെ ഉള്ളിൽ കൂടി തന്നെ ഉള്ള ശാക്തമാർഗമുണ്ട്. ആ ശാക്തമാർഗം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആ മഹാമായയ്ക്ക് ശരണാഗതി ചെയ്യാം. ഞാനെന്നുള്ള അഹങ്കാരവും മായയുടെ തന്നെ. എനിക്കൊന്നും അറിയില്ല, ഞാനെന്ന് പറയുന്ന ഈ ദേഹം അമ്മയ്ക്ക് ശരണാഗതി ചെയ്യപ്പെട്ടിരിക്കണു, എന്റേതായ ഒന്നും ഇനിയില്ല, അമ്മ എങ്ങോട്ട് കൊണ്ടുപോകണോ ഞാൻ അങ്ങോട്ട് ഒഴുകാൻ തയ്യാറ് എന്ന് പറഞ്ഞ് ജീവിതത്തിൽ വാട്ട് എവർ ഹാപ്പൻസ് യു സ്റ്റോപ്പ് റെസിസ്റ്റിംഗ് ആൻഡ് റിയാക്ടിങ്. പ്രകൃതിയിൽ എന്തൊക്കെ നടക്കണോ നടക്കട്ടെ, എന്റേതായ ഒരു ഇച്ഛയുമില്ല. ഇതാണ് പ്രപത്തിയുടെ തത്വം. അങ്ങനെ ആവുമ്പോ എന്താവെന്ന് വെച്ചാൽ ഭോഗാപവർഗപ്രദായിനിയാണ് മായ. അതാണ് ശ്രീവിദ്യയുടെ മാർഗം. ഭോഗാപവർഗപ്രദായിനിയാണ് അവൾ. പ്രകൃതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം ഭോഗത്തിനെ തരും, പിന്നെ ഭോഗത്തിനോട് വിരക്തി ഉണ്ടാക്കി അപവർഗത്തിനെ തരും. പക്ഷെ സാധാരണ മനുഷ്യൻ ഭോഗത്തിനെ കൊടുക്കുമ്പോ ഭോഗത്തിന് അറ്റാച്ച്ഡ് ആയിട്ട് വീണ്ടും ഭോഗം വേണമെന്ന് ഒരു വാസന ഉണ്ടാക്കിയെടുക്കും. നമ്മൾ അറിവോടുകൂടെ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോ ഭോഗത്തിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ പ്രകൃതിയിൽ വർത്തിക്കുകയാണെങ്കിൽ ഭോഗം പതുക്കെ പതുക്കെ പ്രകൃതിം ച ഹതൗജസം, ഭാഗവതം പറയണു, പ്രകൃതിയെ അതിന്റെ ഓജസ്സൊക്കെ നഷ്ടപ്പെട്ട് പുരുഷൻ താനേ പ്രകൃതിയെ ഉപേക്ഷിക്കുകയാണ്. അതാണ് ശ്രീവിദ്യയുടെ മാർഗം. അവിടെ പതുക്കെ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഈ ലോകം തന്നെ ജഗദീശ്വരിയുടെ പ്രത്യക്ഷ സ്വരൂപമാണെന്ന് അറിയുകയാണ്. ഇവിടെ എല്ലാ വിദ്യകളെയും അംബികയുടെ സ്വരൂപമായി കണക്കാക്കുകയാണ്. വിദ്യാസമസ്താഹ തവദേവി ഭേദാഹ സ്ത്രീയസമസ്താ സകലാ ജഗത്സു. സ്ത്രീകളൊക്കെ തന്നെ അംബികയുടെ സ്വരൂപമാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറയും, എല്ലാ സ്ത്രീകളും അമ്മയുടെ സ്വരൂപം, ജഗദീശ്വരിയുടെ സ്വരൂപമാണ്. ആ ഒരു ദർശനം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. ശാരദാദേവിയെ ശ്രീവിദ്യാരൂപിണിയായി ഇരുത്തി പൂജിച്ച കഥ നമ്മൾ ഇന്നലെ പറഞ്ഞു. അദ്ദേഹത്തിന് തന്റെ ധർമ്മപത്നിയോട് ശാരദാദേവിയോടുള്ള ബഹുമാനത്തിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. ഒരിക്കൽ അറിയാതെ നീ എന്ന് പറഞ്ഞു പോയതിന് 2 ദിവസം കരഞ്ഞു അത്രേ. ഭാര്യയാണ്. നമ്മൾ എന്തൊക്കെയാ വിളിക്കുക അല്ലെ? ഇംഗ്ലീഷ് ആൽഫബറ്റില് 4ാമത്തെ അക്ഷരം അല്ലാതെ പിന്നൊന്നും വിളിക്കില്ല. ഒരിക്കൽ അറിയാതെ നീ എന്ന് പറഞ്ഞു പോയതിന് 3 ദിവസം അദ്ദേഹം വിഷമിച്ചു അത്രേ. ഒരിക്കല് ഒരു വ്യാപാരി ശ്രീരാമകൃഷ്ണദേവന് കുറെ സ്വീറ്റ്സ്, മധുരപലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നു. ശ്രീരാമകൃഷ്ണദേവൻ വളരെ സെൻസിറ്റീവായിരുന്നു. എല്ലാരും കൊണ്ടുവന്നൊന്നും കഴിക്കില്ല. അദ്ദേഹത്തിന് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്നതും എല്ലാവരും ഒന്നും പാചകം ചെയ്തു കൊടുത്താലൊന്നും അദ്ദേഹം ഭക്ഷിക്കില്ല. നമ്മൾ പറയണു മഹാത്മാക്കൾ, ജ്ഞാനികൾക്ക് എല്ലാവരും സമമാണെന്ന്. അത് വ്യവഹാരത്തിലല്ല, നല്ലവണ്ണം മനസ്സിലാക്കണം. ഇപ്പോ നമ്മളുടെ മോഡേൺ വേദാന്തികളൊക്കെ എല്ലാം ബ്രഹ്മമാണ്, ഹോട്ടലിൽ പോയി ഭക്ഷിച്ചാൽ എന്താണ്, 5 സ്റ്റാർ ഹോട്ടലിൽ ജീവിച്ചാൽ എന്താണെന്നുള്ള മട്ടിലാണ് ഇപ്പോ.
അപ്പോ ഇവര് ശ്രീരാമകൃഷ്ണദേവൻ രമണ മഹർഷിക്കൊക്കെ മേലെ പോയവരാണ്. അവരെ കൊണ്ട് നമുക്കൊന്നും പറയാനില്ല. വ്യവഹാരത്തിലല്ല സമദർശിത്വം. എവിടെ പോയും എന്തും ഭക്ഷിക്കാം എന്ന് പറയണവന് അവന്റെ ശരീരം എനിക്കും എന്തും കാണിക്കാം എന്ന് തുടങ്ങും. അതിലും ചേഷ്ട തുടങ്ങും. വ്യവഹാരമണ്ഡലത്തിൽ ജ്ഞാനികളെ കണ്ടാൽ കാണാം അവർ വളരെ സെലക്റ്റീവാണ്, ഹൈലി സെൻസിറ്റീവാണ്. ശ്രീരാമകൃഷ്ണദേവൻ വളരെ സെൻസിറ്റീവായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവരും കൊണ്ടുവരുന്ന ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല. ചില ആളുകളെ കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് പറ്റില്ല. നമ്മൾ സമദർശി എന്നൊക്കെ പറയുമ്പോ അപ്പൊ എങ്ങനെ കണക്കാക്കും? അത് ലൗകികമല്ല ആ പദം. എല്ലാവരും കൊണ്ടൊന്നും ഭക്ഷണം അദ്ദേഹത്തിന് തൊടാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ അദ്ദേഹം പറയും, ഇത് ആരോ കൊണ്ടുവന്ന് എനിക്ക് അടുത്തേ പോവാൻ വയ്യല്ലോ എന്നൊക്കെ പറയും. ആ ഭക്ഷണമൊന്നും ആരും കഴിക്കരുത് എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെയൊക്കെ വിലക്കുകയും ചെയ്യും. അപ്പൊ ഒരിക്കലൊരു വ്യാപാരി ധാരാളം മധുരപലഹാരമൊക്കെ കൊണ്ടുവന്നു ശ്രീരാമകൃഷ്ണദേവന് കൊടുക്കാനായിട്ട്. ശ്രീരാമകൃഷ്ണൻ ഒന്നും തൊട്ടതേയില്ല. അതിനെ ആ വ്യാപാരി അതേപടി ആ വട്ടിയോടെ കൊണ്ടുപോയിട്ട് ശാരദാദേവിയുടെ അടുത്ത് കൊണ്ടുപോയി കരഞ്ഞു. ഠാക്കൂർ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്, അദ്ദേഹം ഒന്നും തൊട്ടതേയില്ല. അപ്പൊ ശാരദാദേവി ആ വട്ടിയെടുത്തുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്തേക്ക് പോയി. എടുത്തു പോയിട്ട് പറഞ്ഞു, അങ്ങ് ഇതിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ശ്രീരാമകൃഷ്ണദേവൻ കുറച്ച് ഗൗരവത്തോടുകൂടെ തന്നെ ശാരദാദേവിയോട് പറഞ്ഞു, ഇവരൊക്കെ എങ്ങനെയാ പണം സമ്പാദിക്കണതെന്ന് അറിയില്ല. പല വിധത്തിലും വരുന്ന ധനമാണ്. ആ ധനം കൊണ്ടൊക്കെ ഇവർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഭക്ഷിച്ചാം അതൊരിക്കലും നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് ഭവതി ഇതൊന്നും സ്വീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞു കാര്യമായിട്ട്. ശാരദാദേവി കണ്ണീര് വിട്ടുകൊണ്ട് പറഞ്ഞു, അവരെങ്ങനെയൊക്കെ ചെയ്തതാണെങ്കിലും അവരെന്റെ അടുത്ത് വന്ന് അമ്മാന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ശ്രീരാമകൃഷ്ണദേവന് കൊടുക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തരുമ്പോ ഞാൻ എടുത്തുകൊണ്ട് വരുമ്പോ അങ്ങ് സ്വീകരിച്ചില്ലെങ്കിൽ അങ്ങ് ഇതിൽ നിന്ന് അല്പമെങ്കിലും തൊട്ടിരുന്നുവെങ്കിൽ അവരെന്തൊക്കെ ചെയ്താലും അതിനൊക്കെ അവർക്ക് അനുഗ്രഹം ഉണ്ടാവുമല്ലോ, അവരുടെ തിന്മയൊക്കെ അതുകൊണ്ട് ഭസ്മമായിട്ട് പോകുന്നുള്ള ഭക്തിയോടെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങ് കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ശാരദാദേവി കണ്ണീര് വിട്ടുകൊണ്ട് അവിടുന്ന് ഓടി ഇറങ്ങിപ്പോയി. അപ്പോഴേക്ക് ഇദ്ദേഹം ആകപ്പാടെ വരണ്ടുപോയി, പേടിച്ചുപോയി. ശ്രീരാമൻ രാംലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ബന്ധു, ഹേ രാംലാൽ എന്ന് വിളിച്ചിട്ട് അവരെ വിളിച്ചോണ്ട് വരൂ. അവരുടെ കണ്ണിൽ നിന്ന് ഒരു ഡ്രോപ്പ് കണ്ണീര് ചുവട്ടിൽ വീണാൽ ഞാൻ 12 വർഷം ചെയ്ത തപസ്സൊക്കെ ഭസ്മമായിട്ട് പോവും. അനേക വർഷങ്ങൾ ചെയ്ത തപസ്സൊക്കെ അവരുടെ കണ്ണിൽ നിന്ന് ഒരു ഡ്രോപ്പ് കണ്ണീര് വീണാ ഒക്കെ ഭസ്മമായിട്ട് പോകും. അവരെ വിളിച്ചിട്ട് വരൂ. ക്ഷമായാചനം ചെയ്തു അത്രയും. ഇത് പറഞ്ഞ നമ്മുടെ നിസ്വാൻ സ്വാമിയാണ് ഈ കഥ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. രാമകൃഷ്ണാശ്രമത്തിലെ ഒരു സ്വാമിയാണ്, പരമഭക്തനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയും, ശിവനെ ഉദാഹരണമാക്കിക്കൊണ്ട് പറയും, ശിവൻ എങ്ങനെയുള്ള ആളാണെന്ന് വെച്ചാൽ കപാലീഭൂതേശോ ഭജതി ജഗദീശൈക പദവീം ഭവാനി ത്വത്പാണിഗ്രഹണ പരിപാടി ഫലമിതം. ശിവൻ കപാലിയാണ്. ചാരം പൂശിക്കൊണ്ട് ആനത്തോലൊടുത്തുകൊണ്ട് പ്രേതഭൂതങ്ങളുള്ള ശ്മശാനത്തിൽ നടനം ചെയ്യുന്ന ഭൂതേശനായ ശിവൻ ഭജതി ജഗദീശൈക പദവിയും, ജഗത്തിന് മുഴുവൻ ഈശ്വരൻ എന്ന പദവിയെ ഭജിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഭവാനി ത്വത് പാണിഗ്രഹണ പരിപാടി ഫലമിതം. ഭവാനിയെ പാണിഗ്രഹണം ചെയ്തതിന്റെ ഫലമാണത്രയത്. അതുപോലെ നേരെ ചൊവ്വെ മുണ്ടുടുക്കാനറിയാത്ത ശ്രീരാമകൃഷ്ണദേവൻ ജഗദ്ഗുരു പരമഹംസർ എന്നൊക്കെ പറയണത് ശാരദാദേവിയെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് എന്നാണ് സ്വാമി പറയാ. അമ്മയെ പാണിഗ്രഹണം ചെയ്തതുകൊണ്ടാണെന്നാണ്, ബ്രഹ്മവിദ്യയെ കൂട്ടുപിടിച്ചത് കൊണ്ടാണ്. ലോകത്തിൽ ജീവിക്കാൻ രാമകൃഷ്ണദേവൻ തന്നെ പറയും, കുട്ടികളെ പോലെയായിരുന്നു ശ്രീരാമകൃഷ്ണദേവന്റെ ജീവചര്യ. ജീവൻ മുക്തനായിരുന്നും ലോകത്തിൽ വർത്തിക്കുമ്പോൾ അദ്ദേഹം ബാലവത്ത്, പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത് എന്നാണ്. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പാണ്ഡിത്യത്തിനെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കുട്ടികളെ പോലെ ആയിത്തീരും അത്രേ. അപ്പോ
ഒരിക്കൽ ശാരദാദേവിയെ നാട്ടിലേക്ക് എന്തിനോ വേണ്ടി പറഞ്ഞയച്ചു. നാട്ടിലേക്ക് പറഞ്ഞയച്ച് അവര് വണ്ടി കയറി പോകുമ്പോ ഉദാസീനനായിട്ട് തനിക്ക് ഒരു സംഘമില്ലാതെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഹൃദയ് അദ്ദേഹത്തിന്റെ മരുമകന്റെ അടുത്ത് പറഞ്ഞു, ഹൃദയ് അവര് പോകുമ്പോ ഞാന് യാതൊന്നും ആരോ കയറി പോകുന്ന പോലെ തോന്നി എന്ന് തൽക്കാലത്തേക്ക് അന്ന് പറഞ്ഞു. അടുത്ത ദിവസം ആവുമ്പോഴേക്കും അദ്ദേഹത്തിന് വെപ്രാളായി. എന്താന്ന് വെച്ചാൽ എനിക്ക് ആര് വെച്ച് വിളമ്പി തരും, എനിക്ക് ആര് ആഹാരം പാചകം ചെയ്തു തരും, എന്ന് വെച്ചാൽ അവര് തന്നെ ആഹാരം പാചകം ചെയ്ത് കൊടുക്കണം, അവര് തന്നെ വേണമെന്നായി. കഴിയുന്നതും വേഗം അമ്മയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു അത്രേ. എന്നുവെച്ചാൽ ആ ശക്തിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ശരീരം ലോകത്തിൽ നിൽക്കുന്നത്. അപ്പോ സ്ത്രീയസമസ്താഹ തവദേവി ഭേദാഹ, സ്ത്രീകളൊക്കെ ജഗദീശ്വരിയുടെ തന്നെ രൂപമാണെന്നുള്ളത് രാമകൃഷ്ണദേവന്റെ ജീവിതം നോക്കിയാൽ ശാരദാദേവിയെ വെച്ചുകൊണ്ട് തന്നെ അത് കാണിച്ചു ലോകത്തില്. ആരെ സ്ത്രീകളെ കണ്ടാലും അമ്മയുടെ ജഗദീശ്വരിയുടെ സ്വരൂപമായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ ബംഗാളിലൊക്കെ നവരാത്രി സമയത്ത് കുമാരി പൂജ എന്ന് പറഞ്ഞ പെൺകുട്ടികൾ, ചെറിയ കൊച്ചു പെൺകുട്ടികളെ ഇരുത്തി അംബികയായിട്ട് ദേവിയായിട്ട് പൂജിക്കും. വിവേകാനന്ദ സ്വാമികൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ പൂജിച്ചു. കാശിക്കടുത്ത് വെച്ച് അദ്ദേഹം പാരിവ്രജ്യ സമയത്ത് സ്വാമി പൂജിച്ച ആ പെൺകുട്ടി പിൽക്കാലത്ത് വലിയൊരു സെയിന്റ് ആയിട്ട്, ഒരു ജ്ഞാനിയായിട്ട് മാറിയ അമ്മ, ആ പെൺകുട്ടി. യശോദാമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ ഉണ്ടായിരുന്നു. സ്ത്രീയിൽ ദിവ്യത്വമുണ്ട്, ജഗദീശ്വരിയുടെ ഭാവമുണ്ട്. അതിനെ ഉണർത്താനുള്ള ഭാവം നമ്മളിൽ വേണം. പുരുഷനിൽ ശിവൻ കുടികൊള്ളുന്നു, ആ ശിവൻ ഉണരണം. അങ്ങനെ ഉണർന്നാൽ ലോകജീവിതം ബന്ധകാരകമല്ല. ഇവിടെ പാർവതീ പരമേശ്വരന്മാരായിട്ട് ലോകത്തിൽ ജീവിക്കാം. ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. കുടുംബജീവിതം ബന്ധകാരകമല്ല. നമ്മളുടെ അജ്ഞാനമാണ് ബന്ധിപ്പിക്കുന്നത്. നമ്മളെ ബന്ധിപ്പിക്കുന്നത്, ദുഃഖിപ്പിക്കുന്നത് അജ്ഞാനമാണ്. അജ്ഞാനത്തിന് ജ്ഞാനമല്ലാതെ വേറൊരു മരുന്നില്ല. ബാഹ്യമായ ഒരു ചേഷ്ടകൾ കൊണ്ടും അജ്ഞാനം വിട്ടുപോകില്ല. അജ്ഞാനം വിട്ടുപോകണമെങ്കിൽ നേരെ ചൊവ്വേ ശ്രവണം ചെയ്യണം, സത്യത്തിനെ അറിയണം, വിചാരം ചെയ്യണം, സ്വയം അകമേക്ക് തെളിയണം. അജ്ഞാനം പോയാലോ? അജ്ഞാനം പോയാൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ നാച്ചുറൽ ആവും, അത്രേ ഉള്ളൂ. ശാന്തി ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആധ്യാത്മികത എന്ന് വെച്ചാൽ സിനിമയും ഡ്രാമയും ഒക്കെ ഒരുപാട് അതുകൊണ്ട് നടക്കുന്നത് കൊണ്ട് പുറകെ വല്ല വെളിച്ചം വരുവോ, അല്ലെങ്കിൽ പ്രത്യേക ചില വേഷം കെട്ടണമെന്നോ ഒക്കെ ആളുകൾക്ക് ഓരോ ധാരണയുണ്ട്. വേഷം കെട്ടൽ തന്നെ ആയി മാറിയിട്ടുണ്ട് ഇപ്പൊ ആധ്യാത്മികം എന്ന് പറയുമ്പോൾ. അതിന് പ്രത്യേകിച്ച് ഒരു വേഷമൊന്നും ആവശ്യമില്ല. സന്യാസത്തിന് ഇപ്പൊ കാഷായം എടുക്കണമെന്ന് വെച്ചാൽ കാഷായം ഒരു വേഷമൊന്നുമല്ല. വാസ്തവത്തിൽ വേഷമൊന്നും ഇല്ലാതിരിക്കുന്നതിന്റെ ഒരു പ്രതീകമാണ് ഈ കാഷായം ഉടക്കുന്നത്. ഇപ്പൊ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെയാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. അധ്യാത്മികത്തിന് ഒരു പ്രത്യേകത ആവശ്യമില്ല. നമ്മൾ സാധാരണമായിട്ട് ഇരുന്നാൽ മതി. നമ്മൾ സാധാരണമായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലുമായിട്ട് പുറമേക്ക് പ്രത്യക്ഷപ്പെട്ടാൽ നമുക്ക് ശാന്തി ഉണ്ടാവില്ല. ജീവിക്കാൻ വേണ്ടത് വേണം ശരീരത്തിന്. അതിപ്പോ അധ്യാത്മികം കൊണ്ട് ഉണ്ടാക്കണമൊക്കെ ഞങ്ങളുടെ തലയിലെഴുത്ത്. അതിനിപ്പോ നിങ്ങളൊന്നും പുറപ്പെടേണ്ട ആവശ്യമില്ല. ജീവിക്കാൻ വല്ലതും വേണം, എന്തെങ്കിലും ജോലിയുണ്ട്, അതുകൊണ്ട് കിട്ടുന്നു, ജീവിക്കണു. അതൊക്കെ എല്ലാം എല്ലാവരുടെയും ജീവിതം ഒരേപോലെ തന്നെ. ശരീരത്തിന്റെ സ്വധർമ്മം ശരീരം ചെയ്യണു. ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ലോകത്തിൽ, അത് ചെയ്യണു. എല്ലാവരും ഊണ് കഴിക്കും, എല്ലാവരും ഉറങ്ങും, എല്ലാവരും വ്യവഹരിക്കും. ദുഃഖം ഇതുകൊണ്ടൊന്നുമല്ല. ഉണരണമെന്നി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം പുണരേണമെന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകത്തിലെ ഒരു ശ്ലോകമാണ്. ഉണരുക, ഉണ്ണുക, ഉറങ്ങുക, ഭുജിക്കുക,
എന്നുള്ളതൊക്കെ തന്നെ ആഹാര നിദ്ര ഭയ മൈഥുനം ച സാമാന്യമേതത് പശുഭിർനരാണാം. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം എന്നുള്ളതൊക്കെ തന്നെ പശുക്കൾക്ക് സമാനമായി മനുഷ്യനിലും ഉള്ളതാണ്. മനുഷ്യനിലും പശുക്കളിലും ഒക്കെ സമാനം തന്നെ. അത് ശരീരത്തിന്റെ ധർമ്മമാണ്. അത് വേണ്ടാന്നും വെക്കണ്ട, വേണമെന്നും വെക്കണ്ട, അത് പ്രകൃതിയിൽ നടക്കും. നമ്മൾക്ക് എവിടെയാ നമ്മള് വിശിഷ്ടരാവുന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ ചെയ്യണു എന്നുള്ള ഭ്രമം പോയാൽ മതി. എന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്, ഞാൻ ആരാണെന്നുള്ള ഒരേ ഒരു ചോദ്യം. അതാണ് ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ദേവി നമ്മളിൽ അവതരിക്കുമ്പോഴാണ് ഈ ചോദ്യം നമ്മളുടെ ഉള്ളിൽ ഉദിക്കുന്നത്. ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ശാരദ നമ്മളിൽ പ്രസന്നയാവുമ്പോഴാണ് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചോദ്യം ചോദിച്ചു തുടങ്ങുന്നത്. അതുവരെ ആപ്പിൾ എന്തിനു വീണു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, ഭൂമി ഉരുണ്ടിട്ടോ പരന്നതോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, സൂര്യനിൽ എത്ര ചൂടുണ്ട് എന്ന് ചോദിക്കും, ഇന്ത്യയിൽ എത്ര മന്ത്രിമാരുണ്ട് എന്ന് ചോദിക്കും, ക്രിക്കറ്റിൽ ആര് ജയിച്ചു എന്ന് ചോദിക്കും. ഇത്തരം നമ്മളെ ഒരുവിധത്തിലും ബാധിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളിൽ ഹിതൈഷിണീ ശക്തി ഉണരുമ്പോ നമ്മൾ ചോദിക്കും, എനിക്ക് എങ്ങനെ ശാന്തി ഉണ്ടാവും? ഞാൻ ആരാണ്? എനിക്ക് വാസ്തവത്തിൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ? അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ചോദ്യമാണ് പരീക്ഷിത്ത് ശുഗമഹർഷിയോട് ചോദിച്ചത്. ചോദിച്ച ഉടനെ ശുഗബ്രഹ്മ മഹർഷി പറഞ്ഞു, ഹേ രാജൻ, ഇത്തരത്തിൽ ചോദിക്കുന്നവരാരാ ഉള്ളത് ലോകത്തില്? ശ്രോതവ്യാനിതീനി സന്തി നൃണാം സന്തി സഹസ്രശഃ. ആളുകൾ വേറെ എന്തൊക്കെയോ അല്ലേ ചോദിക്കണത്, ഒരു സംബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ആളുകൾ ചോദിക്കണത്. അങ്ങനെ ഇരിക്കുമ്പോ അങ്ങ് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചില്ലേ, ആ ചോദ്യത്തിന് ആശീർവാദം. അങ്ങ് ധന്യനാണ്. അങ്ങക്ക് ഭഗവത് പ്രസാദം ഉണ്ടായിരിക്കണു. ഭഗവത് പ്രസാദം ഉണ്ടാവുമ്പോഴാണ് ഒരു മനുഷ്യൻ വ്യക്തിനിഷ്ഠമായ ആത്മനിഷ്ഠമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആത്മനിഷ്ഠമായ ചോദ്യം ചോദിക്കണവരെ രക്ഷപ്പെടില്ല. വസ്തുനിഷ്ഠമായ ചോദ്യം ആധ്യാത്മികമല്ല, ആത്മനിഷ്ഠമായ ചോദ്യമാണ്. എനിക്കെങ്ങനെ ശാന്തി ഉണ്ടാവും? അല്ലേ? വിശക്കുമ്പോ നമ്മൾ എന്ത് ചോദിക്കുക? എനിക്ക് ഭക്ഷണം തരുമെന്നല്ലേ ചോദിക്കുക. ഭക്ഷണത്തിന്റെ വൈശിഷ്ട്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുവോ നമ്മളപ്പോ? ഭക്ഷണത്തിനെ കുറിച്ച് ആരെങ്കിലുമൊക്കെ ലെക്ചർ ചെയ്താൽ കേട്ടുകൊണ്ടിരിക്കുവോ? എനിക്ക് ഭക്ഷണം വേണം. അതുപോലെ ലോകത്തിൽ വന്നിരിക്കണു, നമ്മൾ മരിച്ചു പോകും അധികം കഴിയുമ്പോൾ. നമുക്ക് ഭൂമി ഉരുണ്ടായാൽ എന്ത് വേണം, പരന്നിട്ടായാൽ എന്ത് വേണം, ശരീരത്തിൽ എന്തൊക്കെ കെമിക്കൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്കെന്ത് വേണം, എനിക്ക് വയറിൽ എന്തൊക്കെ ഗ്രന്ഥികൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്കെന്ത് വേണം? എനിക്ക് ഊണ് കഴിച്ചാൽ ദഹിക്കണം, കിടന്നാൽ ഉറക്കം വരണം, മനസ്സ് ശാന്തമായിട്ടിരിക്കണം, ആനന്ദമായിട്ടിരിക്കണം. ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ എനിക്ക് പ്രിയം വേണം, ആളുകളുമായി സമ്പർക്കത്തിൽ പ്രിയം വേണം, എനിക്ക് ഭയം വരാതിരിക്കണം. അതിനൊക്കെ തത്വം അറിഞ്ഞാലേ പറ്റുള്ളൂ. ഭയം നീങ്ങണമെങ്കിൽ തത്വം അറിയണം. എന്നെക്കുറിച്ച് ഞാൻ അറിയണം. എന്നെക്കുറിച്ച് അല്ലാതെ ബാക്കിയുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. ഇത്ര കാലം പലതും അറിഞ്ഞു, എന്നിട്ടോ അറിയും തോറും പേടിയാണ്. അറിയുന്നവനെ അറിഞ്ഞാൽ സകല ദുഃഖങ്ങളും അസ്തമിക്കും. എല്ലാ അറിവിനും കാരണമായ ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്? ഞാൻ ഈ ശരീരമല്ല, ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായി ഞാൻ എന്നൊരു പ്രത്യേക വ്യക്തിബോധം തോന്നുന്നുണ്ട്. അതെന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോ കാണാം, അത് ഈ ശരീരത്തിൽ സെന്റേർഡായിട്ടുള്ള ഒരു ലോക്കലൈസ്ഡ് സെന്റർ ഓഫ് കോൺഷ്യസ്നെസ് അല്ല, അത് അഖണ്ഡമായ ഭൂമാവാണ് എന്ന് കാണുമ്പോ അല്പത്തിന്റെ ഉള്ളിൽ അനന്തത്തിനെ നമ്മൾ സാക്ഷാത്കരിക്കും. കുമളയുടെ ഉള്ളിൽ ആകാശത്തിനെ നമ്മൾ കാണും. അനന്തമാണ് ഉള്ളതെന്നും അന്തം വരുന്നതായ ജീവാഹന്താം കേവലം ഒരു നാടകം മാത്രമാണെന്നും അറിയുമ്പോ അഹോ നാടകം നിഖിലവും എന്ന് നാരായണ ഗുരുസ്വാമി അവസാനമായിട്ട് നാരായണ ഗുരുസ്വാമി ഒരു കൃതി എഴുതി, ജനനീ നവരത്നമഞ്ജരി എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഖഖഗം ജ്ഞാനായതും ധര നദീ നാരിയും ഈ നാഗവും നരകവും
ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം പറയാണ്, അഹോ നാടകം നിഖിലവും. ഒരേ വസ്തു പലതായി തോന്നുകയാണ്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന ആടലാം കടലിൽ ഒന്നായി വീണു വലയം. എന്നാശയംഗതി പെറും നാദഭൂമിയിലും എന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി അന്നാണറുംപടി കലർന്നാറിടുന്നു ജനനി. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഫണി നാരായിടുന്നു, കുടവും പാരായിടുന്നു. ആരാഞ്ഞു നോക്കുമ്പോ തിരകളൊക്കെ എന്താണെന്ന് നോക്കുമ്പോ ഒക്കെ വെള്ളമാണ്. തിരകൾ നീരായിടുന്നു. പാമ്പാണെന്ന് കരുതി നോക്കി ലൈറ്റ് അടിച്ച് നോക്കുമ്പോ വെറും കയറാണ്. ഫണി നാരായിടുന്നു, കുടവും പാറായിടുന്നു. കുടം, ചട്ടി എന്നൊക്കെ പറയണതൊക്കെ മണ്ണാണ്. അതുപോലെ പ്രപഞ്ചത്തിൽ അനേക നാമരൂപങ്ങളായി തോന്നുന്നതൊക്കെ അന്വേഷിച്ചു നോക്കുമ്പോ ഒരേ ഭഗവാൻ ഇവിടെ പല വേഷം കെട്ടി കളിക്കുകയാണ്. സകല വേഷങ്ങളും വേഷഹാനത സ്വാത്മദർശനം, ഈശദർശനം സ്വാത്മരൂപത. വേഷം അഴിച്ചു നോക്കുമ്പോ എല്ലാ വേഷത്തിനു പുറകിലും ഒരേ ആളാണ്. വേഷം കണ്ടിട്ടാണ് നമ്മൾ പേടിച്ചു പോയതേ. നമ്മുടെ കാഞ്ചിയിലുണ്ടായിരുന്ന പരമാചാര്യർ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളുടെ അടുത്ത് ഒരു ദിവസം ഒരു സന്യാസി പോയി, സമ്പ്രദായ സന്യാസി. അപ്പൊ അദ്ദേഹത്തിനടുത്ത് സ്വാമികൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണു? അദ്ദേഹം പറഞ്ഞു, ഞാൻ തെരുവ് തെരുവായി ഇങ്ങനെ നടക്കുകയാണ്, പദയാത്ര. അവിടെ ഇവിടെ ഭിക്ഷ കഴിക്കും, ഭിക്ഷയൊക്കെ വാങ്ങിക്കഴിച്ച് അതാത് അഗ്രഹാരത്തിലോ എവിടെയെങ്കിലുമൊക്കെ താമസിക്കും, അനുഷ്ഠാനങ്ങൾ ജപമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ 3 ദിവസത്തെ ഗ്രാമൈക രാത്ര വിധി എന്നാണ് പറയാ. സന്യാസത്തിനൊരു വിധിയാണത്. എത്ര സായം ഗൃഹാ, വൈകുന്നേരം എവിടെ എത്തുമോ അവിടെ വീട്. ഒരു ഗ്രാമത്തിലൊരു രാത്രി, നഗരത്തില് 3 ദിവസം എന്നൊക്കെ കണക്കാണ്. അങ്ങനെ സഞ്ചരിക്കും യതികൾ. അങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോ സ്വാമികൾ പറഞ്ഞു, സഞ്ചരിക്കണത് യതിധർമ്മം നന്നായിട്ട് ശരി, അതോടൊപ്പം അവിടെ ഉള്ളവർക്ക്, അടുത്തു വരുന്നവർക്ക് ഇത്തിരി ജ്ഞാനം ഉപദേശിക്കണം. അതും സന്യാസിയുടെ കർമ്മമാണ്. അവിടുന്ന് ഭിക്ഷ വാങ്ങിക്കുന്നതോടൊപ്പം പോകുന്നിടത്ത് ചെല്ലുന്നിടത്തൊക്കെ ഇത്തിരി അധ്യാത്മവിദ്യയും ഉപദേശിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വലുതായിട്ട് ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല, പ്രണവജപം മാത്രം ചെയ്യാണ്. അദ്വൈതം ഏകദേശമൊക്കെ അറിയാം, പക്ഷേ അദ്വൈതത്തിനെ ലളിതമായി ജനങ്ങളുടെ അടുത്ത് എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്നും എനിക്ക് പിടിയില്ല. അപ്പൊ സ്വാമി കുറെ നേരം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടില് ഒരു രാമസ്വാമി എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു. ഈ രാമസ്വാമി ഇത്തിരി മന്ദബുദ്ധിയായിട്ടുള്ള പയ്യനാണ്. അതുകൊണ്ട് ആ പയ്യനെ നാട്ടിലുള്ളവരൊക്കെ കളിയാക്കും. അവൻ പല ജോലിയും ചെയ്തു, എല്ലാ ജോലിയിലും അവന് വിജയിക്കാൻ കഴിയാതെ വിഷമിച്ച് പരാജയപ്പെട്ടു പോയി. അവസാനം വളരെ വെറുപ്പ് വന്ന്, വിരക്തി വന്ന് ഈ രാമസ്വാമി സർക്കസിൽ പോയി ചേർന്നു. സർക്കസിൽ ചേർന്നിട്ട് സർക്കസിൽ ഇവന് എന്ത് വേഷമാ കൊടുത്തതെന്ന് വെച്ചാൽ, ഈ മോളിൽ കയറി കമ്പിയുടെ മുകളിൽ കൂടെ നടക്കുക, അതാണ് അവന് വേഷം. അപ്പൊ അത് ഒരു പരിശീലനമൊക്കെ കൊടുത്ത് ആദ്യമായിട്ട് അയാളുടെ പെർഫോമൻസ് ആണ്. ആളുകളുടെ മുമ്പില് ധാരാളം ജനങ്ങളുണ്ട്, അവരുടെ മുമ്പില് കമ്പിയുടെ മുകളിൽ കൂടെ നടക്കുക. അപ്പൊ ഇയാള് പേടിച്ച് 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 പാവം ഉള്ളിൽ കിടുകിട വിറയ്ക്കുകയാണ്. ഇയാള് മുകളിൽ കമ്പിയുടെ മേലെ കൂടെ നടക്കണു, ജനങ്ങളൊക്കെ മുമ്പിലും നോക്കിയിരിക്കേണ്ട. അവരെ കണ്ടാൽ തന്നെ ഇയാൾക്ക് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ജനങ്ങൾ തന്നെ കണ്ടാൽ കളിയാക്കും. ഇയാള് താഴെ വീഴുവോ പേടിച്ചിരിക്കുമ്പോ, സർക്കസ് ആണല്ലോ, ചോട്ടിലൊരു പുലി നിൽക്കണുണ്ട്. സർക്കസിലത്തെ പുലി. കാഷ്വലായിട്ടാണ് ഈ കഥ പറയണത് സ്വാമികൾ. അപ്പൊ കമ്പിയിൽ നടക്കുമ്പോ ഈ പുലിയും കൂടെ കണ്ടപ്പോ ആളാകെപ്പാടെ വേർത്തു. ഞാൻ ചുവട്ടിൽ വീണു, പുലി വേറെ നിൽക്കണു, പുലിയുടെ മേത്ത് വീഴുവോ, പുലി കടിക്കുവോ? ഇതൊക്കെ ട്രെയിനിങ് നടക്കണ സമയമാണ്.
ഇയാൾ കുറച്ചു ദൂരെ ഈ കമ്പിയുടെ മേലെ നടന്ന് കാല് തെറ്റി ചോട്ടിൽ വീണു. പേടിച്ചാകപ്പാടെ ബോധം കെടുന്ന സമയത്താണ് പുലി അടുത്തും വന്നു. ഇയാള് പുലി തന്നെ പിടിച്ചു എന്ന് വിചാരിച്ചു. സർക്കസുകാരൊക്കെ നോക്കി നിൽക്കണം, അവരൊന്നും ചെയ്യണില്ല. പുലി അടുത്ത് വന്നിട്ട് ഇയാളുടെ അടുത്ത് പറഞ്ഞു അത്രേ, രാമസ്വാമി പേടിക്കണ്ട, ഞാൻ കൃഷ്ണസ്വാമിയാണെന്ന്. എനിക്ക് പുലിയുടെ വേഷം കെട്ടി തന്നിരിക്കുകയാണ്. പുലിയുടെ മൂടുപടം അണിഞ്ഞ് വേഷം കെട്ടിയിട്ടിരിക്കുകയാണത്രേ. പുലിയെ പോലെ വേഷം കെട്ടിയിരിക്കുകയാണെന്ന്. വെറുതെ ഒരു തമാശനൊരു കഥ പറഞ്ഞ അദ്ദേഹം. ഈ കഥ പറഞ്ഞിട്ട് അത് പറഞ്ഞു, ഇതുപോലെ എല്ലാം ഒരു സ്വാമിയാണ്. ഒരാൾക്ക് പുലി വേഷം, ഒരാൾക്ക് വേറെ ഒരു വേഷം, ഓരോരുത്തർക്കും ഓരോ വേഷം കെട്ടിയിരിക്കുകയാണ്. ഉള്ളിലുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ സ്വാമിയേ ഉള്ളൂ, ഒരേ ഭഗവാനാണ് ഇവിടെ പല വേഷങ്ങൾ കെട്ടി കളിക്കുന്നത്. ആ ഉള്ളിലുള്ള വസ്തുവിനെ കാണുകയാണെങ്കിൽ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത്സു അവിനശ്യന്തം യഹ പശ്യതി സപശ്യതി. നശിക്കുന്നതായിട്ടുള്ള ഈ ശരീരത്തിൽ നശിക്കാതെ ഇരിക്കുന്നതായ ആ പരമേശ്വരനെ എവൻ കാണുന്നുവോ അവനാണ് കാണുന്നവൻ, അവനാണ് വാസ്തവത്തിൽ കാഴ്ചയുള്ളവൻ, ദൃഷ്ടിയുള്ളവൻ. പുറമേക്കുള്ള ശരീരത്തിനെ, ഭേദത്തിനെ, നാമരൂപത്തിനെ മാത്രം കാണുന്നവന് രാഗദ്വേഷം ഉണ്ടാവുകയും വിഷമങ്ങൾ ഉണ്ടാവുകയും ഒന്നിനോട് ഇഷ്ടവും ഒന്നിനോട് വെറുപ്പുണ്ടാവുകയും ചെയ്യും. അവന് വ്യവഹാരം സാധിക്കും, പാരമാർത്ഥികം സാധ്യമല്ല. വ്യവഹാരം ഭേദത്തിൽ അധിഷ്ഠിതമാണ്, പാരമാർത്ഥികം അഭേദത്തിൽ അധിഷ്ഠിതമാണ്. ഭേദത്തിനെ കാണുമ്പോഴും അഭേദത്തിനെ ആര് കാണുന്നുവോ അവൻ ഉഭയത്തിലും നിൽക്കും. അതാണ് ഭഗവാൻ ഗീതയിൽ പറയണത്, അവിഭക്തം വിഭക്തേഷു. വിഭക്തമായിട്ടുള്ളതിൽ അവിഭക്തമായിട്ടുള്ളതിനെ ഏതൊരുത്തൻ കാണുന്നുവോ അവൻ യോഗിയാണ്. അവന്റെ ജ്ഞാനം സാത്വിക ജ്ഞാനമാണ്. ആ ജ്ഞാനം കൊണ്ട് അവന് ദുഃഖമില്ലാതായിട്ട് തീരും. ആ അറിവിനാണ് വിദ്യ എന്നും ശാരദ എന്നും സരസ്വതി എന്നും ഒക്കെ പറയണത്. ആ ശാരദയാണ് ഹംസവിദ്യാസ്വരൂപിണിയായ അംബികയുടെ സ്വരൂപം. അതുകൊണ്ടാണ് ശ്രീശങ്കരൻ ശാരദയെ പ്രതിഷ്ഠിച്ചത്. ശ്രീരാമകൃഷ്ണദേവൻ ശാരദയെ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിൽ നിന്നത്. നമ്മളും ശാരദയെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ലോകത്തിൽ നിൽക്കണം. ശാരദ വേദസ്വരൂപിണിയാണ്, ജ്ഞാനസ്വരൂപിണിയാണ്. ആ ജ്ഞാനം നമ്മളുടെ ഉള്ളിൽ തെളിഞ്ഞാൽ നമുക്ക് ലോകത്തില് വ്യവഹാരത്തില് കർമ്മമൊക്കെ ചെയ്യുമ്പോഴും അകർമ്മത്തിലിരിക്കാൻ കഴിയും. ലോകകാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോഴും ബന്ധപ്പെടാതെ നിൽക്കാൻ കഴിയും. ഇതിന് രണ്ടിനുമുള്ള ബലം നമുക്കുണ്ടാവും. മാത്രമല്ല ദേവിയുടെ അപാര മഹിമയോട് കൂടിയിട്ടുള്ള മായ നമ്മളെ വിഷമിപ്പിക്കുന്നതിന് പകരം നമ്മളെ താലോലിച്ച് ലാളിച്ച് വാത്സല്യം കാണിച്ച് നമ്മളെ പൂർണ്ണരാക്കി തീർക്കും. ആ മായ തന്നെ നമുക്ക് വഴി കാണിച്ചു തരും. യോഗക്ഷേമ ശക്തി, ഭഗവാന്റെ യോഗക്ഷേമ ശക്തി തന്നെ നമുക്ക് വഴി കാണിച്ചു തരും. മഹാത്മാക്കളൊക്കെ അവരുടെയൊക്കെ ജീവിതം ഇതിന് തെളിവാണ്. വിവേകാനന്ദ സ്വാമികൾ അവസാന കാലത്തൊക്കെ പറയുന്നു, ഇപ്പൊ ഒക്കെ എനിക്ക് ആ ജഗദീശ്വരിയാണ്, അവളാണ് എന്റെ പുറകെ ഉള്ളത്. സ്വാമി ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം എന്റെ മിഷൻ എന്ന് പറഞ്ഞില്ല, മദേഴ്സ് വർക്ക്. വീണ്ടും വീണ്ടും പറയും, ഇറ്റ് ഈസ് മദേഴ്സ് വർക്ക്. ആ ജഗദീശ്വരിയുടെ ജോലിയാണ്. ഒരു ദിവസം വിവേകാനന്ദ സ്വാമിയുടെ ഒരു ഭക്തൻ, ശിഷ്യൻ സ്വാമിയോട് പറഞ്ഞു, എനിക്ക് മായയെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ സ്വാമിജി എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി അദ്ദേഹത്തിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ പതുക്കെ പറയാൻ തുടങ്ങി. പറഞ്ഞു 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 കുറെ കഴിയുമ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ലോകമൊക്കെ അങ്ങോട്ട് മറിയാൻ തുടങ്ങി. ഇത്തിരി വിട്ടുനിന്ന് എല്ലാത്തിനെയും കണ്ടു, ത്രിഗുണമയമായ ആ മായയുടെ സ്ഥിതിയെ. അദ്ദേഹം ആ ഭ്രമത്തിൽ തന്നെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമിജി, എവ്രിതിങ് ഈസ് മായ, യു ആർ ഓൾസോ വിത്തിൻ മായ.
എല്ലാം മായയാണ്, അങ്ങ് മായയാണ്. അങ്ങയുടെ ഈ പ്രവർത്തനവും മഠം കെട്ടലും ആശ്രമം ഉണ്ടാക്കലും ശിഷ്യന്മാരെ ഉണ്ടാക്കലും ഈ പ്രസംഗിക്കലും ഒക്കെ മായയാണ്. അങ്ങ് തന്നെ മായയുടെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചു. സ്വാമി ഉറക്കെ ചിരിച്ചു. അപ്പോഴാണ് പതുക്കെ ഇയാള് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് പുറത്തു വന്നത്. അപ്പൊ സ്വാമി പറഞ്ഞു, നീ പറഞ്ഞ സത്യമാണ്, എല്ലാം മായയാണ്, ഞാൻ മായയുടെ ഉള്ളിലാണ്, പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് കളിക്കുകയാണ്. നിനക്ക് വേണ്ടെങ്കിൽ നീ ഒക്കെ ഉപേക്ഷിച്ച് ഏകാന്തത്തിലേക്ക് പോകും. ഞാൻ ആ മായയെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മായയുടെ ഉള്ളിൽ നിൽക്കുന്നത്. ഇത് മുഴുവൻ മായയാണെന്നും മായയുടെ ശക്തിയാണെന്നും മായയാണ് പ്രവർത്തിക്കണതെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കണത് എന്ന് പറഞ്ഞു. ഇതാണ് മഹാത്മാക്കൾക്കും അജ്ഞാനികൾക്കും വ്യത്യാസം. നമ്മളും ആ ജ്ഞാനത്തിനെ ആശ്രയിച്ച് ജഗദീശ്വരിക്ക് ശരണാഗതി ചെയ്ത് നമ്മളുടെ ലോകജീവിതം മുഴുവൻ ആ അംബികയുടെ കയ്യിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭർത്തേയ ത്യക്തമാനഹ സുഖമതി ശിശുവത് നിസ്സഹായ ശരേയം. ഒരു ചെറിയ കുട്ടി അമ്മയുടെ കയ്യില് എങ്ങനെ സ്വച്ഛന്തമായിട്ടിരിക്കുന്നു, അതുപോലെ നമ്മളും ആ മഹാമായയുടെ കയ്യില് ഒരു ശിശുവായിട്ട് വർത്തിക്കുക. അപ്പൊ നമ്മളുടെ ജീവിതം സുഖകരമായിട്ട് തീരും, ആനന്ദം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, മുക്തിയും ഉണ്ടാവും. ലോകത്തിലുള്ള ശാക്തമാർഗത്തിൽ അതൊരു ഗുണമുണ്ട്. എന്താന്ന് വെച്ചാൽ ലൗകിക ജീവിതത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെ വേണോ അതൊക്കെ അവൾ നോക്കിക്കൊള്ളും. അപവർഗപ്രദായിനി മാത്രമല്ല, അവൾ ഭോഗപ്രദായിനിയുമാണ്. അതുകൊണ്ട് ലൗകികമായ ജീവിതത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്തൊക്കെ വേണോ, നമുക്ക് ഹിതകരമായ എന്തൊക്കെ നടക്കണോ, നമ്മൾക്ക് എന്തൊക്കെ അനുകൂലമായിട്ട് നടക്കണോ അതൊക്കെ അനുകൂലം പ്രയച്ഛ പ്രയച്ഛ പ്രതികൂലം നാശയ നാശയ എന്നൊക്കെയാണ് അതിൽ മന്ത്രം. അനുകൂലം അവൾ കൊണ്ടുവരും. നമ്മൾ പ്രയച്ഛ എന്ന് അവളുടെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈശ്വരൻ കൊടുത്തിട്ടുള്ള വാക്കാണ്. രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛതം സദാ സന്നിഹിതം വീര തത്രമാം ദ്രക്ഷ്യത്തെ ഭവാൻ എന്ന് ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നു. തന്നെ ഞാൻ രക്ഷിക്കും, തന്റെ വസ്തുവകകളെയൊക്കെ രക്ഷിക്കും, തന്റെ പുറകെയുള്ളവരെ രക്ഷിക്കും, തന്റെ കൂടെ ഇരുന്ന് രക്ഷിക്കും. ഞാൻ കൂടെ ഇരുന്ന് രക്ഷിക്കുന്നത് നീ കാണുകയും ചെയ്യുമെന്നാണ്. ഇതിനുമേലെ എന്താ ആശീർവാദം വേണം? അത്തരത്തിലുള്ള ഒരു ആശീർവാദമാണ് അംബികയ്ക്ക് ശരണാഗതി ചെയ്യുന്ന ജീവന് അവൾ കൊടുക്കണത്. അങ്ങനെ സമ്പൂർണമായി ജീവന് വേണ്ട എല്ലാം ആ അംബിക ചെയ്തു കൊടുക്കും. സ്വർഗാപവർഗദേ ദേവി നാരായണി നമോസ്തുതേ എന്നാണ്. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗദേ ദേവി നാരായണി നമോസ്തുതേ. എല്ലാവരുടെയും ബുദ്ധിരൂപത്തിൽ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് വഴിതെളിക്കുന്നവളും സ്വർഗത്തിനും അപവർഗത്തിനും കാരണമായിരിക്കുന്നവളുമാണ് അവൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സത്സംഗത്തിലെ ഈ സംവാദം ജഗദീശ്വരിയുടെ കാലില് അർപ്പിക്കുകയാണ്. ആ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ശിവഭവാനി എല്ലാരെയും അനുഗ്രഹിക്കട്ടെ, തുണയ്ക്കട്ടെ. ശൂലേന പാഹിനോ ദേവി പാഹി ഖഡ്ഗേന ചാംബികേ ഖണ്ഡാസ്വനേന നഃ പാഹി ചാപജ്യാനിസ്വനേന ച എന്ന് പറഞ്ഞ് ഒരു സംരക്ഷണ മന്ത്രത്തോടുകൂടെ നമ്മളിതിവിടെ ദേവിക്ക് അർപ്പിക്കാം.